അപ്പോൾ ഇത് വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ മുഴുവൻ കണ്ട് ഇത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂടുതൽ ആളുകൾ കണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ നിങ്ങൾ ആ സംഗതിയിൽ വീണു പോകും. അപ്പോൾ പറ്റിക്കപ്പെടാതിരിക്കണം എന്ന് നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഗതി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മര്യാദയ്ക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പൊന്നും വരില്ല, ഇല്ലേ? വരുമോ പിങ്ക്? ചെറുതായിട്ട് വരാം, പക്ഷെ വരരുത്. നമ്മൾ തളരാൻ പാടില്ല രാമൻകുട്ടി. അല്ല, മെനക്കേടിനെ പറ്റി പറഞ്ഞപ്പോ നമ്മളിത് ഔട്ട്ഫിറ്റ് വരെ കാവ്യൊക്കെ ആക്കി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിലോ? അതെ. നമ്മുടെ സമൂഹത്തിൽ ചില വിഷയങ്ങളൊക്കെ ഇതേപോലെ ചർച്ചാ വിഷയമാകുന്ന വേളയിൽ ആ വിഷയങ്ങൾ എടുത്തു വെച്ച് നാട്ടുകാർക്ക് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് പൊളിച്ചു കാണിക്കുക, അതിൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു ദൗത്യം, അത് സ്വയം ഏറ്റെടുത്ത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ് പിങ്ക് യൂണിക്കോൺ. പിങ്ക് യൂണിക്കോൺ ചിലപ്പോൾ അതൊന്നും അറിഞ്ഞൊന്നും വരില്ല, പക്ഷെ നാട്ടുകാർ ആ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ PM ശ്രീ പദ്ധതിയും അതോടൊപ്പം അതിൽ പരാമർശിക്കപ്പെടുന്ന NEP പാഠ്യപദ്ധതി പരിഷ്കരണവുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യം, അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പല വിഷയങ്ങൾ, അതായത് കാവ്യവൽക്കരണം ഉണ്ടോ ഇല്ലേ, അതെങ്ങനെയാണ് ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, എന്താണ് മനസ്സിലായത്, എന്താണ് ചെയ്യാൻ പോണത്? അത് നമുക്ക് നോക്കാം. അത് ഞാനും ഇതുപോലെ ഭയങ്കര വളമായിരുന്നല്ലോ ഈ NEP വന്നപ്പോ മുതല്. ഹിന്ദുത്വ, കാവ്യവൽക്കരണം, അത് പ്രൊപ്പഗാൻഡ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് നോക്കിയതായിരുന്നു. അപ്പം വലിയ കാര്യമൊന്നുമില്ല, അതേസമയം 1-2 ചെറിയ കൺസേൺസും ഉണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് പരിശോധിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ചർച്ച, അതുപോലെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ കാണുന്ന ചർച്ച, ഇത് ഒപ്പിട്ടത് എന്തോ വലിയ ദുരന്തമായിപ്പോയി, അതുപോലെ ഇത് അടിയറവ് പറഞ്ഞു, ഹിന്ദുത്വവൽക്കരണത്തിന് അങ്ങ് നമ്മൾ വീണ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ ചില ആളുകളൊക്കെ ചോദിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ CPM എന്ന് പേരിട്ടിങ്ങനെ നിൽക്കണതിന് അതങ്ങ് പിരിച്ചുവിട്ടിട്ട് നേരെ BJP അങ്ങ് ആയി പ്രഖ്യാപിച്ചാൽ പോരെ എന്ന് വരെ ചോദിക്കുന്ന അവസ്ഥ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഒരു ഭീതി പടർത്തേണ്ട ഒരു ആവശ്യമുണ്ടോ ഇതിനകത്ത്? എന്താ തോന്നുന്നു? ഒരിക്കലും ഇല്ല. മാത്രമല്ല, ഇത് നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് പോലെ തന്നെ BJP ഒരു സാധനം കൊണ്ടുവന്ന അപ്പൊ തന്നെ അത് മോശം അങ്ങനെയല്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ. അപ്പം സർക്കാർ ചിലപ്പോ നമ്മൾ ഇതിന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല എങ്കിലും പറയാണ്, സർക്കാർ അത് അന്വേഷിച്ചിട്ടുണ്ടാവും, അവർക്കതിൽ പ്രശ്നം തോന്നിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ. പിന്നെ എന്നാലും ഒരു കാര്യം, ഇപ്പോൾ BJP ആയതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യം വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഇവിടെ ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു സംഗതി നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അതിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാതിരിക്കാം, എടുക്കാതിരിക്കാം, മാറ്റാതിരിക്കാം, ഇതെല്ലാം അവിടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതിനകത്തുള്ള ഒരു അവകാശമുണ്ട്. കാരണം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു സെൻട്രൽ പാഠ്യപദ്ധതി പരിഷ്കരണം വരുമ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നോ വേണ്ടയോ, ഇത് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലെ കൺസേൺസും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഏതൊരു വിഷയം കൊണ്ടുവരുമ്പോഴും അതിനകത്ത് ആകെ ഈ BJP കൊണ്ടുവരുന്നത് അതുകൊണ്ട് അത് മോശമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഭീതി വ്യാപാരത്തിനുള്ളൊരു വഴിയാക്കി മാറ്റുന്നതാണ് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം അത് എതിർക്കപ്പെടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ബാക്കി നമുക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിക് ഇന്ന്. NEP എന്താണ്, PM ശ്രീ എന്താണ്, കാവ്യവൽക്കരണം ഉണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് NEP നമ്മുടെ കരിക്കുലം റീഡിഫൈൻ ചെയ്യാൻ നോക്കുന്നത്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസിലൂടെ കുറച്ച് പെട്ടെന്ന് പോവാം എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വാട്ട് ഇസ് NEP 2020 ആൻഡ് പിന്നെ PM ശ്രീ എന്താണ്, അത് തമ്മിൽ എന്താണ്, എങ്ങനെയാണ് അത് റിലേറ്റഡ്, പിന്നെ അതിലുള്ള കുറച്ച് പ്രോമിസസും അതിന്റെ കുറച്ച് പിറ്റ്ഫോൾസും രണ്ടും നമ്മൾ അൺപാക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. ആദ്യം തന്നെ നമുക്ക് NEP എന്താണെന്നൊന്ന് അന്വേഷിക്കാം അല്ലെ. അപ്പൊ NEP എന്ന് പറഞ്ഞാല് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് 2020 അപ്രൂവ് ആയത്.
ഇതിന് മുന്നേ ഒരു വലിയ പോളിസി ഉണ്ടായിട്ട് ഒരുപാട് വർഷമായി, അത് 1986 അപ്പോഴായിരുന്നു. അതിനുശേഷമുള്ള ഒരു മേജർ റിവിഷൻ ഇപ്പോഴാണ് NEP വഴി 2020 വന്നത്. ബേസിക്കലി അത് മൊത്തം ഒന്ന് ഉടച്ചു വാർക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. എലിമെന്ററി മുതൽ ഹയർ എഡ്യൂക്കേഷൻ മുതൽ സ്ട്രക്ചറലി ഫിലോസഫിക്കലി ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനാണ് NEP നോക്കുന്നത്. അപ്പൊ അതിന്റെ കോർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം. ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ വരുത്തുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാല് ഈ 10+2 അതായിരുന്നല്ലോ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള മാതിരി 5+3+3+4, അതായത് KG മുതൽ 8 years വരെ, അതായത് ക്ലാസ് 2 വരെ ഒരു ക്ലാസ് 5 വരെ എലിമെന്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രെപ്പ് പ്ലസ് എലിമെന്ററി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 6 to 8 മിഡിൽ സ്കൂൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി സ്കൂൾ. ഇങ്ങനെ ഒരു തീരുമാനം അവർ എടുക്കണ്ടായി. പിന്നെ അതിന്റെ കൂടെ തന്നെ കോമ്പീറ്റൻസി ബേസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ എങ്ങനെ സ്കൂളിൽ പോയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും അവേഴ്സ് സ്പെൻഡ് ചെയ്തൊരു കാര്യം പഠിക്കുന്നു, എന്നിട്ട് അത് കാണാപ്പാടെ ഇങ്ങനെ പഠിച്ച് കുറച്ച് പരീക്ഷകൾ എഴുതുന്നു. അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ എങ്ങനെ ഒരു സ്കില്ല് സ്വായത്തമാക്കുന്നു, ആ കോമ്പീറ്റൻസി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കരസ്ഥമാക്കാം, നമുക്ക് അതിനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഓൾറെഡി ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടി ഒരു പേഴ്സണലൈസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ള ഒരു മോഡ് ഓഫ് ലേണിംഗിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടി ഉണ്ടായിരുന്നു ഇതില്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് ഈ ഫ്ലെക്സിബിൾ എൻട്രി ആൻഡ് എക്സിറ്റ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. ആളുകൾ ഒരു കോഴ്സിന് ചേരുന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് അവരത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. പക്ഷെ അവരുടെ ക്രെഡിറ്റ്സ് എന്നാണ് അതിന് പറയാം. നമ്മളിപ്പം ഒരു 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് എത്രയോ പരീക്ഷകൾ എഴുതി, അപ്പൊ അതിന്റെ ക്രെഡിറ്റ്സ് അവരുടെ ഒരു ക്രെഡിറ്റ് ബാങ്ക് പോലെ വെക്കുക. എന്നിട്ട് പിന്നീട് അവർക്ക് സൗകര്യം ഉള്ളപ്പോൾ വീണ്ടും റീജോയിൻ ചെയ്യാം ആ സെയിം കോഴ്സിൽ. അപ്പൊ നമുക്ക് എവിടുന്നാണോ നമ്മൾ നിന്നത് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഇതും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ളതാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ഇത് കാരണം ശരിക്കും നമുക്കൊക്കെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ അറിയാത്ത പ്രായത്തിൽ എന്തോ ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുന്നു, ഓക്കെ സയൻസ് എടുക്കുന്നു, പക്ഷെ നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു അല്ല കോമേഴ്സ് കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്സ് സയൻസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പക്ഷെ നമുക്ക് വഴിയില്ല, നമ്മൾ 10th കഴിഞ്ഞാൽ അതിൽ സ്റ്റക്കായി. നമ്മള് ഒരു 10th പഠിക്കുന്ന ഒരു 15 വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം അല്ലെ? അപ്പൊ ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനത്തിൽ ജോയിൻ ചെയ്തു, അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റ് സ്ട്രീംസിലുള്ള 1-2 സബ്ജക്ട്സ് ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുകയും അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ അതിലേക്ക് ആ മേഖലയിലേക്ക് മാറാനും. So basically you are deciding your learning path, your journey. It's your journey, right? It's a personalized journey again. അപ്പം അതും വരുന്നുണ്ട് ഇതില്. പിന്നെ ലാസ്റ്റ് ഇതിൽ പറയുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റംസ്. അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണും. ഒരു ഭാരതത്തിന്റെ തന്നെ ഒരു തനതായിട്ടുള്ള ചില സയൻസിലും മാത്സിലും ഒക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചില പ്രാക്ടീസസും മറ്റും ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജും കൂടി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കം കൂടിയുണ്ട്. ഇതാണ് NEPന്റെ ഒരു കോറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ടെക്നോളജിക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ ക്ലാസ് റൂംസ്, ഹൈബ്രിഡ് ലേണിംഗ്, അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ആരിഫ്. അപ്പൊ അതാണ് NEP 2020 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പോളിസി ഡോക്യുമെന്റ് പബ്ലിക്കലി അവൈലബിൾ ആണ് കേട്ടോ, അധികം പേജൊന്നും ഇല്ല. പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന PM ശ്രീ അല്ലെ? ഈ PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഈ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേര് വരുന്നത് തന്നെ ചിലർക്ക് നല്ല ചൊറിച്ചിലാണ്. എന്തിനാണത്? എന്നിട്ട് എല്ലാ സ്കൂളിലും മോദിന്റെ ചിത്രം വെക്കുന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. പക്ഷെ എനിവേ, അപ്പം ഇത് അഗൈൻ 2022 പ്രൈം മിനിസ്റ്റർ എന്നല്ലേ പറഞ്ഞുള്ളൂ, മോദി എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം മോദി കഴിഞ്ഞാലും ഇത് സാധനം ഇവിടെ ഉണ്ടാവില്ലേ? ആക്ച്വലി US ഒരു വലിയ ഒരു മെഡിക്കെയർ പ്ലാന് അവര് ഒബാമ കെയർ ഇറക്കി. അതിലവിടെ പേരുണ്ട്. അതെ, അത് കുഴപ്പമില്ല, അത് സാരമില്ല. ഒബാമയ്ക്കൊക്കെ എന്തോ ആവാലോ. എനിവേ, അപ്പം
അപ്പൊ അതായിരുന്നു. അപ്പൊ ഒബാമ 2020 ഫാഷിസ്റ്റ് അല്ലല്ലോ. അതെ അതെ ശരിയാണ് അതാണ് കാര്യം. മറന്നുപോയി മറക്കാൻ പാടില്ലായിരുന്നു, മറന്നുപോയി. അപ്പൊ പി എം ശ്രീ അപ്പൊ പി എം ശ്രീ ലോഞ്ച് ആയത് 2022. അപ്പൊ ബേസിക്കലി പി എം ശ്രീയിൽ വരുന്നത് ഒരു 14,000 സംതിങ് ഗവൺമെന്റ് സ്കൂളുകൾ അവർ തെരഞ്ഞെടുക്കും. എന്നിട്ട് ഈ സ്കൂളുകൾ അവരൊരു മോഡൽ സ്കൂൾ പോലെ ഈ NEP-യിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് അന്വർത്തിക്കാനുള്ള സ്കൂളുകളായിട്ട് ഈ 14,000 അവർ തെരഞ്ഞെടുത്തിട്ട് അതിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും ഫസ്റ്റ്, ഒരു പൈലറ്റ് പോലെ. ഓക്കെ. പിന്നെ അഗൈൻ ഈ സെയിം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ഗ്രീൻ ക്യാമ്പസ്, ടീച്ചർ ട്രെയിനിങ്, NEP-യിൽ ബേസിക്കലി NEP എന്ന പോളിസി ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ PM ശ്രീ വഴി നടപ്പാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സിൽ 60-40. എഡ്യൂക്കേഷൻ ഒരു കോൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സംഭവമാണല്ലോ, സെൻട്രലും അതെ. സ്റ്റേറ്റിനും വരുന്നുണ്ട്. അപ്പം 60-40 എന്ന റേഷ്യോ ആണ്. പിന്നെ നോർത്ത് ഈസ്റ്റിലുള്ള ചില സ്റ്റേറ്റിൽ കുറച്ചുകൂടി സെന്റർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓർമ്മയില്ല. പക്ഷെ മിക്കപ്പോൾ കേരളത്തിലൊക്കെ 60-40 ആണ്. പിന്നെ ഇത് മറ്റേ സമഗ്ര ശിക്ഷ അഭിയാന്റെ അതിന്റെ ഫ്രെയിംവർക്കിൽ തന്നെയാണ് ഇതും വരുന്നത്, PM ശ്രീയും വരുന്നത്, SS. ഈ 60-40 കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ടോട്ടൽ ഫണ്ട് എത്രയാണോ അതിൽ 40% സ്റ്റേറ്റ് എടുക്കണം, 60% സെൻറ്റർ എടുക്കണം. അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കുറയും. അവരുടെ സാമ്പത്തിക നിലയ്ക്കനുസരിച്ചിട്ട് ഇത് കുറയുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്നത് കുറയും. പക്ഷേ ബജറ്റ് ഉണ്ടാവും, അതിൻ്റെ 40% അവർക്ക് വെക്കാൻ കഴിയില്ല. അപ്പോൾ എന്താവും, മൊത്തം ഫണ്ടിൻ്റെ എത്രയാണോ പറ്റുക അത്രയും കണ്ട് സെൻറ്ററിൻ്റെ ഫണ്ടും കുറയും. അവസാനം പഴയ ആരുടെ തലയിലാവും, അത് സെൻറ്ററിൻ്റെ തലയിലും ഇരിക്കും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പം അങ്ങനെ ഒരു ആംഗിൾ ഇതിനുണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇത് രണ്ടും എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് വെച്ചാൽ PM ശ്രീ നമുക്ക് NEP ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ. PM ശ്രീ അത് നടപ്പാക്കുന്ന ലാബുകളായിട്ട് അവർ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് സ്കൂൾസ് തിരഞ്ഞെടുത്തിട്ട് NEP-യിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെക്കാനിസം പോലെ അല്ലെങ്കിൽ പൈലറ്റ് പോലെ ആ സ്കൂളുകൾ ഉപയോഗിക്കാം, മോഡൽ സ്കൂളുകൾ. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ലിങ്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് അത് ആ ഒരു കണക്ഷൻ മനസ്സിലാവുന്നില്ല. എന്തിനപ്പോൾ ഇവിടെ NEP-നെ കുറിച്ച് പറയണമെന്നുള്ളതാണ്. ഇത് മുന്നേ വന്നതാണല്ലോ, ഈ എഡ്യൂക്കേഷൻ പോളിസി അതിനെക്കുറിച്ചുള്ള ചർച്ച മുന്നേ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാവുന്നതിൻ്റെ ഒരു കാരണം ഈ PM ശ്രീ ഇവിടെ കേരളത്തിൽ അതിൻ്റെ ചർച്ച വന്നപ്പോഴാണ്. ഇത് ആ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഈ PM ശ്രീയിലൂടെയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ചർച്ചയാവാനുള്ള പ്രധാന കാരണം. അന്ന് ഈ പോളിസി വന്നപ്പോൾ ഇതിനെ എതിർത്ത് അതവിടെ മാറ്റി വെച്ചു ആളുകൾ. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്. യെസ്, അതാരും മറന്നു പോകണ്ട. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ PM ശ്രീ ഒപ്പിട്ടിക്കണം കേട്ടോ, പക്ഷെ നമ്മൾ NEP അംഗീകരിക്കുന്നില്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. NEP അത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ NEP നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം PM ശ്രീ NEP നടപ്പാക്കാനുള്ള ഒരു മെക്കാനിസം ആണല്ലോ. മാത്രമല്ല ഈ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ 100% അതേപോലെ നടത്തിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അതിനകത്ത് സ്റ്റേറ്റ്സിന് അതെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ ആ ലോക്കൽ ഇതിനനുസരിച്ചിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതിവിടെ മറന്നു പോവാണ് ആളുകൾ. ഓക്കെ. അപ്പൊ നമ്മൾ പോസിറ്റീവ്സ് കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്തതാണ്. ഈ ഏർലി ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ നമ്മുടെ ഈ KG അതോടുകൂടി നിർബന്ധമാവും. ഓക്കെ. 5+3+4 വരുമ്പോഴത്തേക്കും അത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏർലി ചൈൽഡ്ഹുഡിൽ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കുട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണത്. ഒരു സംശയം ഇവിടെ, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു പോളിസിയിലൂടെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ഹിന്ദുത്വവൽക്കരണമാണെന്നാണല്ലോ പറയുന്നത്. ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്ന സാധനത്തിൻ്റെ അടിസ്ഥാനം, ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം പാശ്ചാത്യ വിരുദ്ധത ആണെന്നാണ് സാധാരണ പറയാറുള്ളത്. അതായത് അവർ ഈ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾക്കെതിര് എന്നാണ് പറയുക. പക്ഷേ ഈ സാധനം ഇത് പാശ്ചാത്യവൽക്കരണമല്ലേ? അതെ അതെ, ഇത് മൊത്തം പാശ്ചാത്യവൽക്കരണമാണ്. അവിടെ ഉള്ളത് ഇവിടെ ആക്ച്വലി ടൂ മച്ച് ഈച്ച കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് വരെ ഞാൻ പറയും. അതുപോലെ തന്നെ ഉണ്ട്, അതിന്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കുറച്ചൊന്ന് മാറി ചിന്തിച്ചൂടെ? അത് പറയും. പക്ഷെ അതുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് നല്ലത് എവിടെ കണ്ടാലും എടുക്കണം, ഇതല്ലേ നമ്മൾ പറയണ്ടേ? എടുക്കണം. ഇത് വെസ്റ്റേൺ കൺട്രീസിലുള്ള സിസ്റ്റമാണ് ഇത്. അപ്പൊ പാശ്ചാത്യവൽക്കരണവും ഹിന്ദുത്വയ്ക്ക് ചില സമയങ്ങളിലൊക്കെയാണ് എന്ന്. ഓക്കെ, ബാക്കി അതെ. കാവി പാശ്ചാത്യവൽക്കരണം എന്തൊക്കെയാണ് നടക്കുന്ന കൊച്ചു കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ. തോന്നുമ്പോ അവർക്ക് പാശ്ചാത്യവൽക്കരിക്കാം.
ഓക്കെ, ഉസ്താദിന് വിത്ത് കാവ്യ. അടുപ്പിലാവാലോ. യെസ് യെസ് അതെ. യെസ് യെസ്. പിന്നെ അടുത്തത് പറയുന്നത് ഈ നമ്മുടെ അസസ്മെന്റ്സ് ഒക്കെ എക്സാംസ് ഒക്കെ നടത്തുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചിട്ട് എക്സാം എഴുതുന്ന ആ ഒരു സ്ഥിതി മാറുന്നു പറയുന്നുണ്ട്. ആക്ച്വലി ഞാനിവിടെ പഠിച്ചപ്പം എനിക്ക് ഏറ്റവും ആക്ച്വലി ഞാൻ സ്കൂളിലല്ല പഠിച്ചത്, പക്ഷെ ഹയർ എഡ് ആയിരുന്നു. പക്ഷെ ഉം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതായിരുന്നു. പരീക്ഷയ്ക്ക് നമ്മൾ ഒന്നും കാണാപാഠം പഠിക്കുന്നില്ല, ഉം. മാത്രമല്ല ഓപ്പൺ ബുക്ക് ആയിരിക്കും എക്സാം. നിങ്ങൾക്ക് പുസ്തകവും കൂടി ഓഹോ. കൊണ്ടുപോകാം. ഓഹോ. അതുമല്ല, നമുക്ക് വേറൊരാളെ കൂടെ ഇരുന്നിട്ട് എക്സാം എഴുതാം, ഡിസ്കസ് ചെയ്തിട്ട്. ഓഹോ. നമുക്ക് ഗ്രൂപ്പായിട്ട്, നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും, നമുക്ക് ഉം. ഗ്രൂപ്പിൽ ഉം. ഡിസ്കസ് ചെയ്തിട്ട് എക്സാം എഴുതാം. ഉം. എന്നാലും ഉം. നമ്മുടെ ആൻസർ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് അറിയുന്ന അതെ. കാര്യം അതൊക്കെ ഭയങ്കര എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് ടീച്ചേഴ്സ് നല്ലോണം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്താലും അതിൽ നിന്ന് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓഹോ. അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മൾ എന്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, കാണാപ്പാഠം പഠിച്ചോ ഒന്നോ. ഉം. അതെ, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയേനെ. അതന്നെ അല്ലേ, അതെ. നമ്മളൊക്കെ ആദ്യേ ജനിച്ചു പോയി ആരിഫ്. ഇനിയിപ്പോ എന്ത് ഉം. ചെയ്യും? ടൈം അതെ. ട്രാവലിംഗ് ചെയ്യേണ്ടി വരും അല്ലേ. യെസ്, അതെ. അതെ. അപ്പോൾ അസസ്മെന്റ് പിന്നെ റിഫോം അത് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതെ. യെസ്. പിന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻസ്, അതായത് ഒരു കൊല്ലപ്പരീക്ഷ, ഒരു മിഡ് ടേം, അതിന്റെ അതിന്റെ ഒരു സ്ട്രെസ് അങ്ങനെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് കോളേജിലൊക്കെ കുറച്ചുകൂടി ആ ടൈപ്പ് ആണല്ലോ, സ്കൂളുകളിലും അത് വരുന്നു പറയുന്നു. ഉം. പിന്നെ മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഫ്ലെക്സിബിലിറ്റി ഫോർ ലേണേഴ്സ്, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ്, ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ. ഉം. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, നിങ്ങൾക്ക് ഒരു സാധനത്തിൽ ലോക്ക് ആവാതെ ഉം. പലതും പഠിക്കാനും പലതും ട്രൈ ഔട്ട് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻ. കിട്ടാണ്. ഉം. പിന്നെ അതുപോലെ തന്നെ ഒരു വൊക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പറയുന്നത് സ്കൂളിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു തൊഴിൽ പോലെ. ഇതും ഉം. ആക്ച്വലി വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അഗൈൻ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാണ് ഞാൻ, പക്ഷെ അതൊരു സ്റ്റീരിയോ ടൈപ്പ് തന്നെയാണ്. പെൺകുട്ടികളൊന്നും അത്തരത്തിലുള്ള ഒരു സ്കില്ലും പഠിക്കുന്നില്ല. നിങ്ങൾ ആൺകുട്ടികളാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ബൾബ് ഫ്യൂസ് ആയാലും മാറ്റാൻ പോലും സ്ത്രീകൾക്ക് അറിയില്ല ശരിക്കും, സത്യം. അല്ലേ? അത് ഏഹ് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ് ഉണ്ടാവുമല്ലോ. ഉം. അതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ബൾബ് പൊട്ടിക്കൽ, അത് ഇതൊക്കെയായിരുന്നു. പെൺകുട്ടികൾ അപ്പുറത്ത് നിന്നിട്ട് മറ്റേ മറ്റേ എംബ്രോയിഡറി ഇതൊക്കെയാണ്. തുന്നല്ലോ ഷോ. ഓർമ്മയില്ലേ? ഞാൻ പഠിച്ച സ്കൂളില് തുന്നലിന്റെ ടീച്ചറായിരുന്നു ഏറ്റവും ആ. സ്ട്രിക്റ്റ്. സാധാരണ ടീച്ചർ. അത് എന്നിട്ട് ഒരു ഉടുപ്പ് ഉണ്ടാക്കി കൊണ്ടുപോകണം. എന്നിട്ട് ഞാൻ രാത്രി 2 മണിക്ക് ഇരുന്നിട്ട് തുന്നി. ഉടുപ്പുണ്ടാക്കും. എന്നിട്ട് എന്റെ ഉമ്മ ചോദിക്കും, നിനക്ക് വട്ടാണോ അത് പഠിക്കാൻ? അതുവരെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, തുന്നി തുന്നി മനുഷ്യന്റെ അടപ്പൂരി എന്ന് അതെ. പറഞ്ഞ പോലെയല്ലോ. അതേസമയം ഞങ്ങൾ തുന്നൽ പഠിച്ചിട്ടില്ല. ആ നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഞാൻ അതെ. എന്നിട്ട് തുന്നൽ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്. നമുക്ക് ആവശ്യം വന്നപ്പോൾ ഉം. യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയാണ് ആ സ്റ്റീരിയോ ടൈപ്പിംഗ് വെൽ എവിഡൻറ്റ്, ഉം. അതിലൊരു സംശയമല്ല. Yeah. ഉം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ ടീച്ചേഴ്സിനും ഒരു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ റിക്രൂട്ട്മെന്റിലൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി മെറിറ്റ് ബേസ്ഡ് ആക്കാം, ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഉം. മൊത്തത്തിൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ കാവ്യ എന്നുള്ള ഈ സാധനം എടുത്ത് കുറച്ച് നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൊത്തത്തിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ റീഡിഫൈൻ ആൻഡ് റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്, അല്ലേ ആരിഫ്? എന്താ ആരിഫിന് ആരായാലും ഫാനായി പറയാനുള്ളത്? പോവും, ഉള്ള കാര്യം പറയാലോ. ഒന്നും അതെ, കൂടി സ്കൂളിൽ പോകാൻ വരെ തോന്നിപ്പോവും. തോന്നിപ്പോയില്ലേ? യാ, അതെ. അതാണ് സത്യം. ഉള്ള കാര്യം അതാണ്. പച്ചയ്ക്ക് പറയണല്ലോ നമ്മൾ. അപ്പൊ നമ്മൾ അവിടെ നിർത്തുന്നില്ല. ഇതിന് ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇസ് നോട്ട് ഹങ്കി ഡോറി. ചില ചില പ്രശ്നങ്ങൾ നമ്മളത് ഡോക്യുമെന്റ് വായിച്ചപ്പം നമുക്കും തോന്നിയിരുന്നു. അപ്പൊ അതെന്താണെന്നും കൂടി ഒന്ന് അഡ്രസ് ചെയ്യാം, അല്ലെ? അപ്പൊ ഒരു 4 ഏരിയയിലായിട്ടാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഒന്ന് ഈ ഐഡിയോളജിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഈ മൾട്ടി ലിംഗ്വിസ്റ്റ്, നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിൽ മൾട്ടി ലിംഗ്വിസ്റ്റിക്കും കൂടി ആക്കാനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ ഇതെങ്ങനെ ഇത് സ്ട്രക്ചർ ചെയ്യും, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗങ്ങളും, പിന്നെ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആവും എന്നുള്ള ഭാഗങ്ങളും. ഇത് മൊത്തം മാറ്റാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഓബ്വിയസ്ലി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാൻ വിചാരിക്കും. ഓക്കെ,
അപ്പൊ ആദ്യം തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലത്തും കേൾക്കുന്നത്. NEP എന്ന് പറഞ്ഞാല് ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഇപ്പോസ്, ഭാരതീയ വാല്യൂസ്, സാൻസ്ക്രിറ്റ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലെ. ഉം. ഉം. അതവരുടെ ഡോക്യുമെന്റിലും ഉണ്ട്. അപ്പം എന്തായിരിക്കും ഇതിന്റെ റിയൽ പർപ്പസ്? അത് ആരിഫിന് എന്താ തോന്നിയിട്ടുള്ളത്? എന്തായിരിക്കും ഈ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റം ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള? BJP ഗവൺമെൻറ് ഇത് കൊണ്ടുവരുമ്പോൾ BJP എന്ന് പറയുന്നത് അവർ കുറേയും കൂടി കൾച്ചറൽ റൂട്ട്സിന് വാല്യൂ കൊടുക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. അതെല്ലാ കാര്യത്തിലും നമ്മൾ കാണുന്നതാണ്. കാരണം അവരെ തന്നെ കാണുന്നത്, വിളിക്കുന്നത് അങ്ങനെയാണ്. അവർ ഭാരതീയത ഉയർത്തി വെക്കുന്ന ഒരു ഗ്രൂപ്പാണ്, അവർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്നതാണ് അവരുടെ ഒരു വലിയൊരു അവകാശവാദം. ഒന്നത്. രണ്ട്, കാലങ്ങളായിട്ട് ഇവിടെ നടന്നിട്ടുള്ള എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇന്ത്യൻ ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും അതിനകത്ത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ മുഴുവൻ മാറ്റിയിട്ട് കുറേ വിദേശ സംഗതികൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംഗതികൾ മാത്രം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി ഇവിടെ കണ്ടിട്ടുണ്ട് എന്നതാണ് അവരും കാണുന്ന ഒരു പരാതി, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതിയാണ്. അപ്പോൾ പല കാര്യത്തിലും ഇപ്പോൾ നമ്മളുടെ ഫ്രീഡം സ്ട്രഗിൾ എടുത്താൽ പോലും, അല്ലെങ്കിൽ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ കാണാം. ഇനിയിപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ പഠിപ്പിക്കും. പക്ഷേ ഒരു ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇൻ സയൻസ് എന്ന് പറയുന്ന സാധനം ഇന്ത്യക്കാർക്ക് അറിയില്ല. ഓക്കെ, അതേസമയം ഇത് കുറേ കഴിയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയും. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ISRO ചെയർമാൻ പുള്ളി വന്നിരുന്നിട്ട് ചന്ദ്രയാൻ ദൗത്യത്തിനൊക്കെ ശേഷം ഇരുന്നിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ പല ആളുകളും പുള്ളീനെ ഉടനെ സംഖ്യയാക്കി. ഇതാണ് നമ്മൾ കണ്ടത്. സംഗതി പുള്ളി പറയുന്നത് 100% നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല. ഇപ്പോൾ ഹോമിയോനെ കുറിച്ചും ആയുർവേദത്തെക്കുറിച്ച് പറയുന്നതൊന്നും നമുക്ക് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനൊന്നും കഴിയില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയുന്നത് പുള്ളി വസ്തുതയാണ്. ഇപ്പോൾ നമ്പറിംഗ് സിസ്റ്റം അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു റൂട്ട് ഇന്ത്യയിലുണ്ട്. നമ്മൾ ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന നമ്പറിംഗ് സിസ്റ്റം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ 0 കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അതെന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നോ അങ്ങനെയൊന്നും നമ്മൾ പഠിക്കാറില്ല. അങ്ങനെ പല മേഖലയിൽ പോയാലും ഇപ്പോൾ ഈ മെഡിക്കൽ സയൻസ് പറയുമ്പോൾ ആയുർവേദം ഇന്ന് വലിയൊരു സംഭവമായിട്ടാണ് ആളുകൾ അവതരിപ്പിക്കുക. അതിനവർ കാരണം പറയുന്നത് ശുശ്രുതൻ ചരകനൊക്കെ ഇവിടുന്നാണ് വന്നത്, സർജറിയുടെ സംഗതികളൊക്കെ ഇവിടുന്നാണ് പോയത് എന്നാണ് പറയുക. പക്ഷേ ആ പറച്ചിലിൽ ഉള്ള അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതൊരു ഫാസിനേഷൻ ആക്കിയിട്ട് മാറ്റുകയാണ്. ആ ഫാസിനേഷൻ്റെ പുറത്ത് എന്ത് സംഭവിക്കും? ചരകനത് കണ്ടുപിടിച്ചത് അതേപോലെയാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ദെർഫോർ അതും ഇതും കറക്റ്റാണ് എന്നുള്ളൊരു രീതിയിലേക്ക് പോവുകയും ഇതൊരു ഹിസ്റ്ററിക്കൽ ഒരു ഒക്കറൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി, ഒരു മ്യൂസിയത്തിൽ ഇരിക്കേണ്ട ഒരു സാധനം എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഇന്നും ശരിയാണ് എന്നുള്ള രീതിയിൽ പറയും. അതൊരു പാരലൽ സിസ്റ്റമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ മൊത്തത്തിൽ അറിയേണ്ടത് ഒരാവശ്യമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. ഒരു ഹിസ്റ്ററി, ഇതിൻ്റെ റൂട്ട്സ്, ഇതെല്ലാം ഇന്ത്യൻ സംഗതികളെക്കുറിച്ച് അറിയേണ്ടത് ഒരാവശ്യമാണ്. അത് ഇതുവരെ ചെയ്തിരുന്നില്ല, കാര്യമായ രീതിയിൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇവരത് ചെയ്യുമ്പോൾ ഇത് ഓവർഡു ചെയ്യുന്നു എന്നതാണ് എനിക്കിതിനകത്ത് തോന്നുന്നൊരു കാര്യം. അപ്പോൾ അവിടെ ഒരു കട്ടിങ് നമുക്ക് ആവശ്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഞാൻ അഗ്രി ചെയ്യുന്നത്. അപ്പം ഇതില് അതന്നെയാണ്. ഇപ്പൊ ആയുർവേദത്തിന്റെ എക്സാമ്പിൾ എടുത്താൽ തന്നെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ നോളജ് എങ്ങനെയാണ് ആ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായത്? ഓക്കെ, മോഡേൺ സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ടാവുന്നതിന് മുന്നേ ആണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അതിന്റെ പൊള്ളത്തരങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ടും വരാലോ ഇത് പഠിപ്പിച്ചാല്. അല്ല, ഇതിനെപ്പറ്റി പറയാതിരുന്നാല് അല്ലേ അത് എന്തോ പിന്നീട് കേൾക്കുമ്പോൾ ആരും പറഞ്ഞ അതെന്തോ അത് ഭയങ്കര സംഭവമാണ്. അതേസമയത്ത് നമ്മള് ആദ്യം തന്നെ കേൾക്കാണ്, അതിന്റെ കൂടെ തന്നെ എന്താണ് ശരിയെന്ന് കൂടി അതിന്റെ കൂടെ തന്നെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് ഫുള്ളും മണ്ടത്തരായിരുന്നു, അപ്പം ശരിയല്ല, ഇതല്ല സയന്റിഫിക് എന്ന് കൂടി മനസ്സിലാവുമ്പോൾ അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടി ആവുമെന്നാണ് തോന്നുന്നത് അല്ലേ? യെസ്, അതായത് ആ സയൻസിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരിയിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് അന്നത്തെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എത്രമാത്രം അവർ ചെയ്തു, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് അടുത്ത ഒരു കാലഘട്ടം വരുമ്പോൾ ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്നൊരു സംഗതി വരുമ്പോൾ പഴയത് എടുത്തു വെച്ച് അതിൽ എത്രത്തോളം അവർക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് ഒരു ലാഡർ കണക്കെയാണ് അത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന മെഡിക്കൽ സയൻസിലെ വിഷയം പോലും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് അപ്ഡേഷൻസ് വരും, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് പറയുന്ന കാര്യത്തേക്കാൾ ചില കാര്യങ്ങൾ ഒബ്സലീറ്റ് ആവും, ഇത് വേണ്ടാന്ന് തന്നെ വരും.
അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഇന്നത് തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്നത് ഈ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് സയൻസിൻ്റെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നത് പരമാവധി അത് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പോകും. ഇതാണെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് പ്രോട്ടോ സയൻസ് എന്നുള്ളൊരു വാക്ക് തന്നെ അവിടെ വരുന്നുണ്ട്. അതായത് സയൻസിൻ്റെ മെത്തഡോളജിയും അതുപോലുള്ള സംഗതികളൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങൾ, അത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അവിടെ ആ ഫാസിനേഷൻ വരില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയും, ഇപ്പോൾ ഹിപ്പോക്രാറ്റസിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇബ്നു സീന അല്ലെങ്കിൽ അബിസിന എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗാലനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ് ഹിപ്പോക്രാറ്റസ് ഈ ഫോർ ഹ്യൂമർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു, ഈ ബ്ലഡ് ബൈൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. ഇന്ന് നമ്മളത് എടുക്കുന്നില്ല ആ സാധനം. പക്ഷേ അസുഖങ്ങൾക്ക് കാരണം ദൈവികമായ സംഗതികളായിരുന്നു, സ്പിരിറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അത് ബ്ലഡും ബൈലും ഒക്കെ ആണെന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അന്ന് അതൊരു വലിയൊരു പാരഡൈം ഷിഫ്റ്റാണത് ആ ഒരു കാലഘട്ടത്തിൽ. അവിടെയാണ് അതിൻ്റെ ആ വാല്യൂ എടുക്കുന്നത്. എന്ന് വെച്ച് ഇന്നത് ശരിയാണെന്നാണോ പറയുന്നത്? അല്ല. പക്ഷേ ഇന്നും അത് ശരിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അതാണ് ഈ അക്യുപങ്ക്ചറുകാർ ചെയ്യുന്നത്. ഈ ചൈനീസ് മെഡിസിനിൽ നടക്കുന്ന പലതും അതൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കണം. ഇന്നത് ഉപയോഗിക്കുമ്പോൾ അത് സ്യൂഡോ സയൻസ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ പാഠ്യപദ്ധതിയിൽ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണ് സത്യത്തിൽ ഇതിലൂടെ സംജാതമാകുന്നത്. പക്ഷേ അത് നമുക്കിവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ മഹത്വവൽക്കരിക്കുക, ഓവറായിട്ട് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പിന്നെ ഇത് മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ ഒക്കെ അവര് ചൈനയിൽ ആ രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അവർ അത് ഉപയോഗിക്കണം എന്നല്ല, അല്ലേ? പിന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന അല്ല, ചൈനീസ് മെഡിസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ റിസർച്ച് ഇതിനകത്ത് ഈ പേപ്പർ റിവ്യൂ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്നൊരു പേപ്പർ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ചൈനീസ് മെഡിസിൻ ഹെർബ്, ആ ഹെർബ് കഴിച്ച് ലിവർ ടോക്സിസിറ്റി ഉണ്ടായി, ലിവർ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ പേപ്പർ അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് ചൈനക്കാർ തന്നെ. ഓക്കെ, അപ്പോൾ അത് മുന്നോട്ട് വരികയാണ് ആ പേപ്പർ. അതാണ് ഞാൻ ലിവർ ടോക്സിസിറ്റി ആഫ്റ്റർ കൺസ്യൂമിങ് ഒരു ചൈനീസ് ഹെർബ്. അപ്പോൾ ഇത് അവിടെ സംഭവിക്കുന്ന ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അവരതിനെ ഇത് നമ്മളുടെ സാധനമാണ്, നമ്മളിതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പാടില്ല എന്നില്ല അവിടെ. അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. അവർ തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ കൊണ്ടുവരുന്നത്. അതൊരു സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ് ഈ കാര്യം. ഡോക്ടർ പദവിയൊക്കെ ചിലപ്പോൾ ക്യാൻസൽ ആയിട്ടൊക്കെ ഉണ്ടാവും, അല്ലേ? അതെ, ഇവിടെ ആണെങ്കിൽ അവിടെ അങ്ങനെ ഇല്ലല്ലേ? അവിടെ ഇല്ല. അതെ. അപ്പം ഇതിന്റെ കൂടെ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഇതൊക്കെ നമ്മള് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ എന്നുള്ളത്. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതിനൊക്കെ ചിലവഴിക്കുന്ന സമയവും പൈസയും വേറെ ഇപ്പം ശരിക്കുള്ള മോഡേൺ സയൻസിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാമായിരുന്നു. അപ്പൊ അതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഏത് രീതിയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ച് മാത്രമേ അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ, അനാവശ്യമായിട്ട് വേണോ ആവശ്യമായിട്ട് വേണോ? ആവശ്യമാണോന്ന് ചോദിച്ചാൽ ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. അതായത് ഇത് പഠിക്കണം. ഈ ഫാസിനേഷൻ ഫാക്ടർ കില്ല് ചെയ്യുക എന്നുള്ളത് ഇതിൽ വലിയൊരു കാര്യമാണ്. ഞാൻ മുന്നേ നമ്മളുടെ ഈ ഹോമിയോ വിമർശനമൊക്കെ നടത്തുന്ന വീഡിയോയുടെ ഒക്കെ അവസാനം ഞാൻ പറയുന്ന ഒരു സംഗതിയായിരുന്നു, ഇന്ത്യയിൽ എങ്ങനെ നമുക്ക് ഈ കവടശാസ്ത്രങ്ങളെ കൺട്രോൾ ചെയ്യാം. ഈ പറയുന്ന സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ്, അതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആയുഷ് ഉണ്ടാക്കുകയല്ല സത്യത്തിൽ വേണ്ടത്. ആയുഷ് എന്ന് പറയുന്നത് അതൊരു റോങ് ഡിറക്ഷനിൽ പോയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ പറയില്ല. ആയുഷ് ഉണ്ടാക്കി അതിനകത്ത് ഇതിന് ഒരു പ്രത്യേക ഒരു സ്ട്രീമാക്കി മാറ്റിയത് ഒരു റോങ് സംഭവമാണെന്നാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് പറയാം. സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നത് എന്താണ്? കോളേജുകളിലും ഈ മെഡിക്കൽ കോളേജുകൾ കുറേ കൂടി അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള പോളിസി നമ്മൾ ഉണ്ടാക്കി ആളുകൾക്ക് ഈ പറയുന്ന ഈ മോഡേൺ മെഡിസിൻ പഠിക്കാനുള്ള അവസരം കൂടുതൽ സൃഷ്ടിക്കുകയും, എന്നാൽ അവിടങ്ങളിലെല്ലാം തന്നെ ആ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഹോമിയോനെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ മാറിയാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നതെന്നുള്ള ഒരു വഴി. അവർ നിൽക്കുന്ന പൊസിഷൻ്റെ വാല്യൂ അവർക്ക് പിടികിട്ടണം. ഇന്ന് അതറിയില്ല. ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്ന് വലിയ കാർഡിയോളജിസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ മറ്റേ വലിയ സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവസാനം കിളി പോകുന്ന പ്രായമാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ
ഹോമിയോ ആണ് ശരി, ആയുർവേദമാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ BM ഹെഗ്ഡേനെയൊക്കെ നമ്മൾ കണ്ടു കാണും. പുള്ളി വലിയ കാർഡിയോളജിസ്റ്റാണ്, പക്ഷേ പുള്ളി സംസാരിക്കണ മുഴുവൻ എന്താണ്, ഇത് മുഴുവൻ തട്ടിപ്പാണ്, ഇതിൽ ആകെ പ്രശ്നമാണ്, ഇതിൽ വലിയ പ്രോബ്ലമാണ് മരിക്കാൻ പോകുമ്പോ ദൈവവിശ്വാസികളാവുന്നു എന്ന് പറയും. മരുന്ന് മാഫിയാണ്. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കുക, അവർ വെളിച്ചെണ്ണയിൽ കുളിക്കുന്ന ആളുകളാണ്, മഞ്ഞൾ തേക്കുന്ന ആളുകളാണ്, അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ് നടന്നു. പുള്ളി എന്നിട്ട് ഇതൊക്കെ ചെയ്ത് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുള്ളിക്ക് അവസാനം സ്ട്രോക്ക് വന്നപ്പോൾ നേരെ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത്. ഇപ്പോൾ വീണ്ടും എണീറ്റ് നടക്കുന്നുണ്ട്, വീണ്ടും കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു റിയൽ പ്രോബ്ലം വരുമ്പോൾ റിയൽ സൊല്യൂഷൻ വേണം. അത് റിയൽ മെഡിസിനാണ്, അത് സയൻറ്റിഫിക് മെഡിസിനാണ്. ഫേക്കായിട്ടുള്ള അൺറിയൽ ആയിട്ടുള്ള പ്രോബ്ലംസിനും അൺറിയൽ ആയിട്ടുള്ള സംഗതികൾക്കൊന്നും മെഡിസിൻ്റെ ആവശ്യം പോലും ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയുർവേദം ഹോമിയോ ഒക്കെ കഴിക്കാം, വെളിച്ചെണ്ണ കുടിക്കാം, ഈ പറയുന്ന മഞ്ഞൾ തേക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു അസുഖം കൃത്യമായിട്ട് ആളുകൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഹോമിയോ മെഡിസിൻ എനിക്ക് 70 വയസ്സായി 50 വയസ്സായി ഇത്ര നാളായിട്ട് ഞാൻ മോഡേൺ മെഡിസിൻ കഴിച്ചിട്ടില്ല, ഹോമിയോ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ അയാൾക്ക് ഇത്ര വർഷമായിട്ടും മര്യാദയ്ക്കൊരു അസുഖം വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. വന്നത് മുഴുവൻ ആളെ കൊല്ലാൻ പ്രാപ്തമാവുന്ന തരത്തിലുള്ള ഒരു അസുഖം ആയിരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മളെപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു അസുഖം വരാൻ വേണ്ടി നമ്മൾ ഡിങ്കനോട് പ്രാർത്ഥിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എന്താ പറയുക, നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അസുഖമായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇതിൽ മെഡിക്കൽ ഫീൽഡിൽ മാത്രം ഞാൻ പറയുകയാണെങ്കിൽ വേണ്ടത് ഇതാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചരകൻ്റെ പ്രതിമ വേണം, ശുശ്രുതൻ്റെ പ്രതിമ വേണം, ഹാനിമാൻ്റെ പ്രതിമയാണ്. എന്നിട്ട് കാണിച്ചു കൊടുക്കുക ഇവരെന്താ ചെയ്തത്, ഇവരെവിടെയാണ് സ്റ്റക്കായത്, ഇവരുടെ റോൾ എന്തായിരുന്നു. ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവണം. അപ്പോൾ പിന്നെ ഇതിനകത്ത് വലിയ ഫാസിനേഷൻ, ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ഇത് നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എവിടെയാണ്, ഓസ്ട്രേലിയയിലെ ഒരു മെഡിക്കൽ ഒരു കോളേജിലെ ഒരു ഫോട്ടോ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൽ ശുശ്രുതൻ്റെ പ്രതിമയാണ് ഇരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ. ഇന്ത്യയിൽ അതില്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അവരിത് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആയുർവേദം എന്താണെന്നും ചരകൻ എന്താണെന്നും ശുശ്രുതൻ എന്താണെന്നും അറിയാം. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ അവർ പോവില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ആക്ച്വലി ഇത് ആരിഫ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് ചിലപ്പോൾ ആരിഫായിരിക്കും. കാരണം ഒരു എന്താ വെച്ച് കഴിഞ്ഞാല് ആരിഫ് ഒരു ട്രഡീഷണൽ മെഡിസിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഈ ഹോമിയോപ്പതി ഒരു സ്യൂഡോ സയൻസ്, അതിൽ നിന്നും സക്സസ്ഫുള്ളി ട്രാൻസിഷൻ ചെയ്തു അല്ലെ, എവിഡൻസ് ബേസ്ഡ് ക്ലിനിക്കൽ റിസർച്ചിലേക്ക് ട്രാൻസിഷൻ ചെയ്ത ഒരാളാണ്. അപ്പൊ ആരിഫിന്റെ ജേണി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു സാധനം പഠിച്ചു, അതിന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും മാറി കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരിക. അപ്പൊ നിങ്ങൾ ആരിഫിന് ആ ഒരു ഡിഫറെന്റ് എപ്പിസ്റ്റമോളജി പറ. അത് പറയുകയാണെങ്കിലേ സത്യം പറഞ്ഞാൽ നമ്മളുടെ മുന്നേ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ പോളിസി വളരെ തെറ്റായിരുന്നു എന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഞാൻ. എങ്ങനെ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നു, ഓക്കെ, 10ൽ വരെ പഠിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്, ഉള്ള കാര്യം പറയാലോ. +2 കഴിഞ്ഞ് എൻട്രൻസ് എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു, ഇങ്ങനെയാണ് നമ്മൾ പോണത്. പക്ഷെ നമുക്കിഷ്ടം അതായിരുന്നില്ല. എനിക്കിഷ്ടം അതായിരുന്നില്ല, ഉള്ളത് കാര്യം പറയുന്നത്. പക്ഷേ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്. ഡോക്ടർ ആവുക എന്ന് പറയുന്നതൊക്കെ ഇഷ്ടം തന്നെയായിരുന്നു, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഹോമിയോ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ടും നമുക്കെപ്പോഴും അതിൻ്റെ ഒരു ആഡ് ഓൺ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടാവുമല്ലോ നമ്മളുടെ. ആ പ്ലാൻ ബി എന്ന് പറയുന്നത് മീഡിയ ആയിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഈ ഗ്രാഫിക്സ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കോഴ്സിന് അപ്ലൈ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ആ സമയത്താണ് വീട്ടിൽ നിന്ന് പറയുന്നത്, അത് പറ്റൂല, എല്ലാവരും ഡോക്ടർ ആവുന്നുണ്ട്, നീ മര്യാദയ്ക്ക് എൻട്രൻസിന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് അന്നൊരു സ്കോളർഷിപ്പൊക്കെ കിട്ടിയതായിരുന്നു. ഒരു എഡ്യൂക്കേഷൻ ഫെയറിന് പോയി. അപ്പോൾ അവിടെ നിന്നൊരു സ്കോളർഷിപ്പ്, ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ, എന്താണ് BSc മാസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ ഒരു കോഴ്സ്, BA മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ബാംഗ്ലൂർ അങ്ങോട്ടായിരുന്നു ആ കോളേജ്. അത് അന്ന് വിട്ടില്ല വീട്ടിൽ നിന്ന്. ഓക്കെ, അത് പ്രൈവറ്റ് കോളേജാണ്, എന്നാലും ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആവശ്യം, അങ്ങനെ കിടന്നു. പിന്നെ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണ്, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എൻട്രൻസ് കോച്ചിങ്ങാണ്. 5 മണി കഴിഞ്ഞ് 5:30 നേരെ ഓടും അരീന മൾട്ടിമീഡിയയിലേക്ക്. അവിടെ പോയിട്ട് BSc ആനിമേഷൻ.
ഓക്കെ. അപ്പോൾ BSc ആനിമേഷൻ, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്, ഇതുപോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ കോഴിക്കോട്. അപ്പോൾ അവിടെ പോകും. അപ്പോൾ എല്ലാവരും അടുത്ത ദിവസത്തെ ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന സമയത്ത് നമ്മൾ നേരെ അരീന മൾട്ടിമീഡിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്ന സമയത്തുള്ള അവസ്ഥ എന്താ, വീട്ടിൽ അതിനും കച്ചറ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്, ഇതൊക്കെ ഇതൊന്നും നിന്നെപ്പോലെ പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അതും നമ്മളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്. എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞപ്പോൾ BHMS കിട്ടി, അതുകൂടി പിന്നെ അത് നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് BHMS കയറി ഹോമിയോ പഠിച്ചു, ഹോമിയോ ഉപേക്ഷിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഉണ്ട് എനിക്കൊരു കോൾ വരുന്നു. ഹലോ എവിടെ നിന്നാണ്? അരീന മൾട്ടിമീഡിയ എന്നാണ്. എന്താ വിളിച്ചത്? ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമുണ്ട്. എന്നോടോ ബാല? ഞാൻ എന്നെ തന്നെ വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് ഞാനതിന് മുഴുവനാക്കില്ലല്ലോ. അത് കുഴപ്പമില്ല സാറ് ഞാൻ ഏതാണ്ട് 5-8 മാസം അവിടെ പഠിച്ചിരുന്നു. 2 വർഷത്തെ കോഴ്സാണ്. 8 മാസം പഠിച്ചിട്ടാണ് പോരുന്നത്. അപ്പോൾ ആ 8 മാസം ഇപ്പോഴും അവർ നമ്മളെ സ്റ്റുഡൻ്റായിട്ട് കൽപ്പിക്കണം. മീൻസ് ഈ പറഞ്ഞ മാതിരി ക്രെഡിറ്റ് അവിടെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ തുടരാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. ഇത് സംഭവിക്കുന്ന ഒരു 2020-ലാണ് ഈ കോൾ വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും നമ്മളിങ്ങനെ കുളം തോണ്ടി നിൽക്കുകയാണ് ഈ സാധനമൊക്കെ പോയിട്ട്. ഈ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നൊരു സമയം. യൂട്യൂബ് പോലും ഒന്നും തുടങ്ങിയിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അന്ന് എൻ്റെ ചങ്ക് തകർന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളെ മൊബൈലിൽ അപ്പോഴും അന്നത്തെ ഈ അരീന മൾട്ടിമീഡിയയിൽ പോകുമ്പോൾ നമ്മൾ ഫോൾഡർ ഉണ്ട്, നമ്മൾ അന്ന് ചെയ്ത വർക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ. അതിപ്പോഴും നമ്മളിങ്ങനെ കീപ്പ് ചെയ്യുക, ഒരു രസമാണല്ലോ. അപ്പോൾ ഇപ്പോഴും അന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില ചെറിയ ചെറിയ വർക്കുകൾ, ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി, ഇതൊക്കെയാണല്ലോ തുടക്കം. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആർട്ടാണ് മെയിനായിട്ട് വരാം. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാനോ അതൊന്നും നമുക്ക് മനസ്സിൽ വരില്ല. പിന്നെ AI ഉള്ളതുകൊണ്ട് പണി എളുപ്പമായി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അത് ഈ മീഡിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി അവസാനം കറങ്ങി തിരിഞ്ഞ് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ദൃഷ്ടാന്താണിത്. അങ്ങനെ വേണേ പറയാം. അല്ല, ഞാൻ പറയണത് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്തിനോടാണോ ഉള്ളത് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് വരും. അതാണ് സംഭവിക്കുക. ഇതിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയത് മുഴുവൻ ഈ എഡ്യൂക്കേഷൻ ആണെന്നാണ് ഞാൻ പറയാം. അതെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതുപോലുള്ള ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നും വേണ്ടിയിരുന്നില്ല. ജസ്റ്റ് ആരിഫിൽ ചേർന്നു, എന്നിട്ട് മറ്റേത് ട്രൈ ചെയ്തു. സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും സ്വിച്ച് ചെയ്തേ അത് ഉണ്ടായിരുന്നില്ല. അതെ, നമ്മളും അങ്ങനെ തന്നെയാണ്. വേറെ ഫീൽഡൊക്കെ ആയിരുന്നു താല്പര്യം. പക്ഷെ ഇതുപോലെ തന്നെ എല്ലാവരും എൻട്രൻസ് എഴുതി, അത് തന്നെ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ജോലിയിൽ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് വേറെ കാര്യങ്ങളിലാണ്. സോ അതൊക്കെ എന്താ അല്ലേ. അപ്പൊ നമ്മളൊക്കെ ഇതിന്റെ ഒരു എന്താ പറയാ, വിക്ടിംസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പൊ ഈവൻ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, ഇപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് പറയുന്ന ജോലിയിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ IT ഇനേബിൾഡ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കലും മറ്റേ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതായാലും ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയും മെഡിക്കൽ നോളജിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ വേണ്ടത് ഈ ടെക്നിക്കൽ സാധനങ്ങളാണ്. മെഡിക്കൽ നോളജ് ഓഫ് കോഴ്സ് വേണം, ഇതിന് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവണമല്ലോ. പക്ഷെ അപ്പോഴും നമുക്ക് അവിടെ സ്ട്രെങ്ത് ആയത് ഇതൊക്കെയാണ്, ഇതുപോലുള്ള സാധനങ്ങൾ. ഇത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു എന്ന് പറയാം. എനിക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഹോമിയോ പഠിച്ചതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്കില്ല് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ക്ലിനിക്കൽ റിസർച്ചിൽ ആരിഫിന് ഇത് അന്ന് പഠിച്ചത് എനിക്ക് ഇപ്പോൾ ഉപയോഗപ്പെട്ടു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും സ്കില്ല് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഹോമിയോ BHMS കരിക്കുലത്തിലുള്ള കറിക്കുളത്തിൽ ഉള്ള പല സാധനങ്ങളുണ്ടല്ലോ. അതിൽ ഈ ഹോമിയോപ്പതിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്, ഈ മെറ്റീരിയൽ മെഡിക്കൽ ഓർഗൻ അങ്ങനത്തെ സാധനങ്ങൾ. അതൊക്കെ കണ്ട് ഒഴിവാക്കിയ ബാക്കി മുഴുവൻ നമുക്ക് ഉപയോഗമുള്ള സാധനമാണല്ലോ. അതായത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതെല്ലാം വളരെ. മാത്രമല്ല, എനിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതേ വിഷയത്തിലാണ്, ഈ പറയുന്ന അനാറ്റമി. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മളെ ബാച്ച്മേറ്റിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് അനാറ്റമിയിലായിരുന്നു, ആ കുട്ടീനേക്കാൾ. അപ്പോൾ നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള സബ്ജക്ട്സിലായിരുന്നു എപ്പോഴും മാർക്ക് കൂടുതലുണ്ടാവുക. ഹോമിയോപ്പതിയിലായിരുന്നു നമ്മളെപ്പോഴും ഫെയിലായിട്ടില്ല, മീൻസ് എപ്പോഴും നമ്മൾ കഷ്ടിച്ച്. ഞാൻ ഈ കാണാപ്പാടം പഠിക്കാൻ നിൽക്കാറില്ലായിരുന്നു ഈ സാധനം. പിന്നെ ഇത് അന്നും എനിക്ക് തോന്നില്ല ഇതുകൊണ്ട് എന്താ ഗുണം. നമുക്ക് ഗുണമില്ലാത്തൊരു സാധനം പഠിക്കാൻ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്ന് അങ്ങനെ വിട്ടുപോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ ആ സാധനങ്ങളിൽ നിന്ന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹോമിയോയിൽ പഠിച്ച ആ ഒരു പ്രധാനപ്പെട്ട സംഗതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോയ കോളിങ്ങിലാണ്. അതും പറയണല്ലോ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കോയ നമ്മൾ വിളിക്കുന്നു, അപ്പോൾ നമ്മൾ അവരോട് എടുക്കുന്നൊരു അപ്രോച്ച് ഉണ്ടല്ലോ, ഒരു രോഗിയെ കാണുന്ന പോലെയാണ് നമ്മൾ അവരെ കാണുന്നത്, പച്ചയ്ക്ക് പറഞ്ഞാൽ. എന്നുവെച്ചാൽ അവർ പറയുന്നത് പറയട്ടെ. ഇപ്പോൾ നമ്മുടെ അടുത്ത് രോഗി വന്ന് ചുമയ്ക്കുന്നു, ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നുവെച്ചാൽ മിണ്ടാണ്ടിരിക്കും, ഇവിടെ ഒച്ച ഉണ്ടാക്കരുത് നമുക്ക് പറയാൻ പറ്റുമോ?
ഇല്ലല്ലോ. അത് അവരുടെ ബുദ്ധിമുട്ടാണ്, അവരങ്ങനെയാണ്. അത് നമ്മൾ ഫേസ് ചെയ്യുക. അത് നമ്മൾ അതാണ് അതാണ് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മളവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അപ്രോച്ച്, ആ അപ്രോച്ച് നമുക്കിതിൽ ഉപയോഗപ്പെടാറുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. അതായിരിക്കണം ആളുകൾ ഭയങ്കര ക്ഷമയാണെന്നൊക്കെ പറയാറുണ്ട് ചില ആളുകൾ. അതിൻ്റെ കാരണം അതാണ്. അല്ല, ഇത് എഡ്യൂക്കേഷൻ പോളിസി റിഫോം വളരെ അത്യാവശ്യമാണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയരുത്, നമ്മളുടെ ജനറേഷൻ പ്രത്യേകിച്ചും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. അതെ, ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടോ. ഓക്കെ, ഇവിടെ കാണാലോ. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഇതും വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ എത്തോസ് എന്ന് പറഞ്ഞ സെക്ഷനിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ഡോക്യുമെന്റിൽ, അപ്പൊ അതിൽ നമുക്ക് വായിക്കുമ്പോൾ തോന്നും ഇതൊക്കെ കുറെ ഒരു ഇന്ത്യൻ ആൻഡ് ഹിന്ദു ഇതിങ്ങനെ ഇന്റർചേഞ്ചബിൾ ആണോ എന്ന് നമുക്ക് തോന്നും. ഹിന്ദു ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് ആണോ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക്, ഇത് ശരിക്കും സെക്യുലർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് വരാം. അവിടെയാണ്, ഈ പോയിന്റിലാണ് ശരിക്കും ഒരു ഹിന്ദുത്വ പ്രൊപ്പഗേഷൻ ഉണ്ടോ, ഒരു സട്ടിലായിട്ടെങ്കിലും ഹിന്ദുത്വ പ്രൊപ്പഗേഷൻ ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു. അതിനുള്ള ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. ഇപ്പൊ ഈ ഡോക്യുമെന്റിൽ ഇവർ പറയുന്നുണ്ട് ഇത് പെർസ്യൂട്ട് ഓഫ് നോളജ്, ഞാൻ, പിന്നെ പ്രജ്ഞ, സത്യ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഗൈഡിങ് ലൈറ്റ് ഓഫ് ദിസ് പോളിസി. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ തെറ്റാണെങ്കിൽ തിരുത്താം. എനിക്ക് തോന്നുന്നു ഇത് ലാംഗ്വേജിന്റെ ആ ഒരു ഫാക്ടറും വരുന്നുണ്ട് ഇതിങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ. കാരണം ഇതിൽ പറയുന്ന കുറെ സാധനങ്ങൾ എന്താണ്, കർമ്മ, അങ്ങനെയൊക്കെ ഇതിൽ. അപ്പൊ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി ഈ ഹിന്ദുയിസം ഹിന്ദുത്വയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. പക്ഷെ അത് നമുക്കൊരു വൊക്കാബുലറി എന്ന നിലയ്ക്ക് ചിലപ്പോൾ അവര് കടം കൊണ്ടതായിരിക്കാം, അല്ലെ? ഹിന്ദുത്വം എനിക്ക് തോന്നുന്നത് അല്ലെ? ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളുടെ ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ അശോക സ്തംഭത്തിലുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതോടനെ ഹിന്ദുത്വം നമുക്ക് പറയാൻ പറ്റുമോ? സാൻസ്ക്രിറ്റ് ഈസ് നോട്ട് ലൈക്ക് എ കുത്തക ഓഫ് ഹിന്ദുയിസം. അതുണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് ആണ്, അല്ലെ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ റൈറ്റ് വിങ് എന്ന് പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് വളരുക? അത് ഈ സാധനങ്ങൾ അവർക്ക് മൊണോപ്ലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇതെല്ലാവരും ഉപയോഗിക്കുക. എല്ലാവരും ഇപ്പോൾ സത്യമേവ ജയതേ എന്ന് പറയുന്ന സാധനം എല്ലാവരും ഉപയോഗിക്കണോണ്ടല്ലേ അവർക്ക് അതെടുത്ത് പെരുമാറാൻ പറ്റാത്തത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ അത് കൊണ്ട് നടക്കും, അതാണ് ഉണ്ടാവുക. അപ്പം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഗ്യാൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ഉപയോഗിച്ചോടുകൂടി ഇത് ഹിന്ദുത്വയാവും എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അത് നോളജ് എന്നുള്ളതിന്റെ സംഗതിയാണത്. അതിപ്പോ നമ്മളിപ്പോ ലെബനോണിൽ പോവാണെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികളും അറബിയിലാണ് സംസാരിക്കുക. അവരുടെ പോളിസീസ് ഒക്കെ അറബിക്കിലായിരിക്കും. അതുകൊണ്ട് സെക്യുലർ കൺട്രി തന്നെയാണ്. ഏറ്റവും മികച്ച ഉദാഹരണം ഇറാനാണെന്നാണ് ഞാൻ പറയാം. എനിക്ക് അസൂയാണ് അവിടുത്തെ എക്സ് മുസ്ലിങ്ങളോടൊക്കെ പ്രത്യേകിച്ചും. കാരണം അവര് എക്സ് മുസ്ലിം ആയിരിക്കെ അവരവരുടെ പേർഷ്യൻ കൾച്ചറിനെ എത്രമാത്രം മുന്നോട്ട് വെക്കുന്നതെന്ന് അറിയാം. അവർ പറയാം അങ്ങനെയാണ്, നമുക്ക് നമ്മളെ പഴയ ആ ഇൻവേഷൻ അവർക്ക് അറിയാം. എങ്ങനെയാണ് അവർ മുസ്ലിം ആയത്, ഇസ്ലാം എങ്ങനെ അവിടെ വന്നത്, അവരുടെ പേർഷ്യൻ കൾച്ചർ എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്, ഇത് നന്നായിട്ട് അറിയും. അത് അവർക്ക് പച്ചയ്ക്ക് പറയുകയും ചെയ്യാം. കാരണം അത് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ആരും ഇറാനിയൻ സംഖ്യയാവില്ല. പക്ഷെ നമുക്ക് ഇവിടെ നമ്മളുടെ നാട്ടിലിരുന്നിട്ട് ഒരു ഇസ്ലാമിക് ഇൻവേഷനെ കുറിച്ച് പറയാൻ പറ്റുമോ? നടന്ന കാര്യമാണ്, എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റും ഇല്ല. അതിൽ നിന്നും പിന്നോട്ട് പോയി നമ്മളുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ അവസ്ഥ? അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയാ, ആ ഒരു കൾച്ചർ, ആ നാടിൻ്റെ, ഇപ്പം മലയാളി കൾച്ചർ അല്ലെങ്കിൽ കേരളീയ ഒരു സ്വഭാവം എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ലല്ലോ. മലബാറിലൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം മാത്രം, എത്രയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഓവറാക്കി ചളാക്കുന്നുണ്ട് മലബാർ. എനിക്കാണ് തോന്നുന്നത്. അപ്പൊ മലബാറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, മലയാളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഭാരതീയൻ എന്ന് പറയുമ്പോൾ ആകെ പ്രശ്നമാണ്. ഇതെങ്ങനെ ശരിയാവെന്ന് ഞാൻ ചോദിക്കണം. അപ്പം നമ്മൾ ഈ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ദേശഭക്തി എന്ന് പറയുന്നൊരു സാധനം, ഓക്കെ, അത് ഭയങ്കര പ്രശ്നമാണല്ലോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിനെ, കോഴിക്കോടിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? കോഴിക്കോടത്തെ ഓട്ടോക്കാരൊക്കെ ഭയങ്കര മികച്ചാണെന്നല്ലേ നിങ്ങൾ പറയാം. അപ്പോൾ കോഴിക്കോടിന് എന്തോ ഭയങ്കര മേന്മ.
അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ടല്ലോ ഇപ്പോൾ ഓരോ നാട്ടിനെ കുറിച്ച് പറയുമ്പോഴും. അതെ. കോഴിക്കോടാണ് ഏറ്റവും, മലപ്പുറം എന്ന് പറഞ്ഞാൽ പിന്നെ തേനും പാലുമാണ്, അവിടെ ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പറയുന്നതിലൊരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിനെ സ്നേഹിക്കാം, ജില്ലയെ സ്നേഹിക്കാം, അതുവരെ ഓക്കെയാണ്, സംസ്ഥാനം വരെ ഓക്കെയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അങ്ങ് പോയാൽ കുഴപ്പമായി. അത് സൗത്ത് ഇന്ത്യ ആയാൽ അത് ഗോത്രീയത അവിടെ അതിനേക്കാൾ അവസാനിക്കും. ഗോത്രീയത അവിടെ. ഗോത്രീയത അവിടെ അവസാനിക്കുന്നു. അതെ, ഇതാണല്ലോ പ്രശ്നം. ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോ നമുക്ക് ആ ഒരു ഹിന്ദി ലാംഗ്വേജിന്റെ ആ ഒരു യൂണിഫൈങ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെ, നോർത്തിൽ അവർ കുറച്ചുകൂടി ദേശസ്നേഹികളായിട്ട് കാണപ്പെടുന്നു. ആ ഒരു ഹിന്ദി അവർക്ക് കോമൺ ആണല്ലോ, അതെ, അല്ലെ? ഞാനെപ്പോഴും പറയാ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദി പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഉള്ള കാര്യം പറയാലോ. അതിപ്പോൾ എന്തൊക്കെ അതിനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു, നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവുന്നുണ്ട് ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടല്ല, ഹിന്ദി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും. ഇംഗ്ലീഷ് എല്ലാവർക്കും ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് എല്ലാവരും അറിഞ്ഞാൽ അത്രയും നല്ലത്. അതിലേക്ക് അപ്പോൾ ഒരു 2 ഭാഷ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവൻ്റെ ലോക്കൽ ലാംഗ്വേജ്, ഓക്കെ, പിന്നെ ഒരു അഡീഷണൽ ലാംഗ്വേജ്, അതേതും ആവാം, അത് ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആകാം. പക്ഷേ ഒരു ആധുനിക പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഹിന്ദി എടുക്കണോ ഇംഗ്ലീഷ് എടുക്കണോ, ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊക്കെ ഹിന്ദിയും പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ 3 ലാംഗ്വേജസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഈ 3 ലാംഗ്വേജ് 3 ലാംഗ്വേജ് സിസ്റ്റമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 3 വേണം തന്നെയാണ് ഞാൻ പറയാം, 2 മിനിമം എന്തായാലും വേണം. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്കിൽ ഇംഗ്ലീഷ്, ഓൾ ഇന്ത്യ ഔട്ട്ലുക്കിൽ ഒരു ഹിന്ദി, ലോക്കൽ ഔട്ട്ലുക്കിൽ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ്. ഇതിനെന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നമ്മളെ കൂടുതൽ യൂണിഫൈ ചെയ്യല്ലേ ചെയ്യുക. യൂണിഫൈ ഒരു ആസ്പെക്ട്. പിന്നെ വേറൊന്ന്, നമ്മൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നമുക്ക് അതിലുള്ള പുസ്തകങ്ങളും അവിടുത്തെ സിനിമയും അവിടുത്തെ എന്തൊക്കെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയ വെൽത്ത് അല്ലേ. നമ്മളുടെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റി പോലും ഇൻക്രീസ് ചെയ്യില്ലേ. വെരി ട്രൂ. അതല്ലേ, ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പല ആളുകളും കേരളത്തിൽ വന്ന് ജോലി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്ക് കേരളത്തിൽ വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം ലാംഗ്വേജ് ബാരിയറാണ്. കാരണം ഇവിടെ ഹിന്ദി അറിയില്ല അവർക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേരളത്തിലും ഹിന്ദി എല്ലാ ആളുകൾക്കും പോട്ടെ, എല്ലാ 100% അല്ലെങ്കിൽ ഒരു 50% ആളുകൾക്കെങ്കിലും ഹിന്ദി അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്തുമാത്രം എളുപ്പം. എന്നിട്ട് തന്നെ നമ്മളെന്താ കാണുന്നത്, എന്തോരം അന്യഭാഷ ഈ പറയുന്ന ഹിന്ദി മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ വന്ന് തൊഴിലെടുക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ടു നടക്കുന്ന ആരാണ്? ഈ ഹിന്ദി അറിയുന്ന ഈ മലയാളികളല്ലേ അവരെ കൊണ്ടു നടക്കുന്നത്, അവരുടെ മുതലാളിമാരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഉണ്ടായാൽ അത്രയും നല്ലതല്ലേ. ഇപ്പം ഞാൻ ക്ലിനിക്ക് ഇട്ടിരുന്ന സമയത്ത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. പക്ഷേ ഇവരെൻ്റെ അടുത്തേ വരുള്ളൂ. എന്താ കാരണം? ആ ഡോക്ടർമാർക്ക് ഹിന്ദി അറിയില്ല. ഇതാണ് അവിടുത്തെ കാരണം. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? സംഗതി ഞാൻ ഹോമിയോ ആയതുകൊണ്ടൊന്നുമല്ല അവർ വരുന്നത്. അവർക്ക് അവരുടെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാവുന്ന ഒരാൾ വേണ്ടേ? അതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് നമ്മളെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതി കൊടുക്കും അപ്പുറത്തെ ഡോക്ടർക്ക്. ഇതാണ് പ്രശ്നം, ഇതാണ് നമ്മൾ ചെയ്തോണ്ട്. യെസ്, ഇതായിരുന്നു നമ്മളെ പണി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ അവിടെ മറ്റ് ഡോക്ടേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ്സാവുന്നതിൻ്റെ പേരിലാണ്, ഈ ലാംഗ്വേജ് ബാരിയറിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അന്യഭാഷ ആളുകൾ വന്ന് തൊഴിലെടുക്കുമ്പോൾ അവിടെ ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തുമാത്രം ഉപകാരമായിരിക്കും. ഇംഗ്ലീഷായ അത്രയും നല്ലത് ഞാൻ എപ്പോഴും പറയുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പം ഹിന്ദിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മൂവീസും ഇതൊക്കെ ഉള്ളപ്പോൾ കുറേ കൂടി എളുപ്പമാണത്. തീർച്ചയായിട്ടും. യെസ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തതിന്റെ ഒന്ന് കട്ടേണ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അല്ലല്ല, ഞാനത്തെ എൻ്റെ ട്രെയിൻ ഓഫ് തോട്ട് നഷ്ടപ്പെട്ടത്. നമ്മൾ ഭാഷ ഇതൊരു ഗ്യാൻ എന്ന് പറഞ്ഞതിന് ഇത്ര വലിയ കുഴപ്പമാക്കണം. അപ്പം അത്ര വലിയ കുഴപ്പമാക്കണമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെ ഓവറാക്കി ഇവർ കുറച്ച് ചളാക്കിയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. These rich legacies to the world heritage must not only be nurtured and preserved for posterity, but also researched, enhanced and put into new uses through our education system. ഇത് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇത് നമ്മൾ ലെഗസി പോലെ അവിടെയാണ് അവരത് കൊളാക്കിയിട്ടുള്ളത്. അതാണ് BJP-നെസ് എന്ന് പറയുന്നത്, അതാണ്. അല്ലെങ്കിൽ ഹിന്ദുത്വനെസ് എന്ന് പറയുന്നത് അതാണ്. അവർ ഈ സാധനത്തിനെ ഓവറാക്കി ചളാക്കും. ഇതെടുക്കുന്നവരെ പോലും ഇവരെ എതിർപ്പിക്കും.
പിന്നെ ഇതുപോലുള്ള വേറെ ചില ഓറാക്കലുകളാണ്. ദീസ് എലിമെന്റ്സ് വിൽ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ആക്യുറേറ്റ് ആൻഡ് സയന്റിഫിക് മാനർ. നമുക്ക് സൂഡോ സയൻസ് ഇപ്പൊ യോഗ എന്നൊക്കെയാണ് പറയുന്നത്, യോഗ, ആസ്ട്രോണമി. ഇതിനൊന്നും നമുക്ക് സയന്റിഫിക് മാനറിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് പുട്ടിങ് ലിപ്സ്റ്റിക് ഓൺ എ പിഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? സോ അത് അത് ജസ്റ്റ് ഒരു കൾച്ചർ. അതൊക്കെ ചുമ്മാ വേസ്റ്റ് ഓഫ് മണി, അത്രേ ഉള്ളൂ. വേസ്റ്റ് പബ്ലിക് ഓഫ് മണി. എക്സ്ചെക്കർ. അപ്പോഴാണ് അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആവുന്നത്. അപ്പൊ ഇതൊരു, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു കൾച്ചറൽ സ്റ്റഡി എന്ന നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാമെങ്കിലും അത് നമ്മൾ സയൻസിലും സോഷ്യൽ സയൻസിലും ഒക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ റെഡ് ഫ്ലാഗ് നമ്മൾ വീശണം, അല്ലെ? ഇത് മാത്രമല്ല, ഇതൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇത് ശരിക്കും ഒരു പാരലൽ സിസ്റ്റം അല്ലേ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെ. ഫിസിക്സ് ഒരു വശം പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഒരു വശം പോകുമ്പോൾ അപ്പുറത്ത് ആയുഷ് എന്ന് പറഞ്ഞ് വേറൊരു പാരലൽ സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? അപ്പൊ കുട്ടികൾ കൺഫ്യൂസ് ആവും. കാരണം ഒരിക്കലും റീകൺസൈൽ ആവാത്ത രണ്ട് സാധനങ്ങൾ ഒരേ സമയം പഠിക്കുമ്പോൾ അവര് ഇത് ഞാൻ എംപിറിക്കൽ മെത്തേഡ്സ് വഴി പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ മെറ്റാഫിസിക്സിൽ ശ്രദ്ധിക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അത് അതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ അവസാനം ഈ പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന സാധനം സത്യത്തിൽ ഇന്ത്യ ഇത്രയും കൂതറയാണോ എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇതൊക്കെയാണോ ഇവിടെ ഉണ്ടായിരുന്നത്? ഇതൊക്കെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. നാട്ടുകാർ മുഴുവൻ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യുക. ഇപ്പോൾ യോഗയൊക്കെ ഇതേപോലെ പൊക്കി അടിക്കുന്നു. ആയുർവേദത്തൊക്കെ നമ്മൾ തെറി പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് എന്തുകൊണ്ടാണ്? ഈ സാധനം ഇതിൻ്റെ ദൈവികത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും ശരിയാണെന്ന് പറയുന്നുണ്ടല്ലേ. എക്സാക്ട്ലി, അതാണ് എൻ്റെ പ്രശ്നം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അത് പിന്നെന്താണ് ഇതിൽ പറയുന്നത്? പിന്നെ ഇതുപോലെ തന്നെ സാൻസ്ക്രിറ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സാൻസ്ക്രിറ്റ് ഒരു ലാംഗ്വേജ് എന്ന നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ സാൻസ്ക്രിറ്റ് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 ലാംഗ്വേജ് ഫോർമുലയിലേക്കൊക്കെ സാൻസ്ക്രിറ്റിനെ കൊണ്ടുവരുന്നത് കൊണ്ട് ഇപ്പൊ എന്താണ് അതിന്റെ ഒരു ഗുണം? അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. സാൻസ്ക്രിറ്റ് ഇപ്പൊ പഠിച്ചിട്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു സാൻസ്ക്രിറ്റ് ഒക്കെ. ആ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാനോ സാൻസ്ക്രിറ്റ് പഠിച്ച സാൻസ്ക്രിറ്റ് ഒക്കെ ഞാൻ പറയില്ലേ അവരെടുക്കാന്ന് ഇപ്പോൾ വെച്ചാല്, അല്ല ഇത് A+ കിട്ടാനല്ലേ, അന്ന് A+ അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് എളുപ്പം കിട്ടാൻ സാൻസ്ക്രിറ്റ് ആണെന്ന് പറയും. സാൻസ്ക്രിറ്റ് എന്നിട്ട് അത് പോയി എടുക്കും. അല്ലാണ്ട് അവർക്ക് ഇത് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. നമ്മൾ ഈ മലയാളത്തിൽ ഈ വർണ്ണം അതെന്തൊക്കെയോ ഉണ്ടായിരുന്നില്ല, വൃത്തം ഇതൊക്കെ പഠിച്ച് തേഞ്ഞിരിക്കുമ്പോ അവര് എന്തോ 2 ലൈൻ എഴുതി 50 വാങ്ങി വരുന്ന കാണാം. അതാണ്. അതെ. അല്ല, ഇപ്പം ഞാൻ ഈ സംസ്കൃതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഭാഷ എന്നുള്ള രീതിയിൽ അത് അറിയുന്നതിനോടൊന്നും നമുക്ക് വിരോധമല്ല. ഓക്കെ, ഇപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു സാധനത്തിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഇപ്പോൾ ഞാനൊരു എയ്ത്തീസ്റ്റ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. ഇപ്പോൾ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് വിശ്വാസമില്ലാതെ ആകുന്നതിന് ഒരു പ്രധാന കാരണം എൻ്റെ ഉമ്മയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്താണ്, നമ്മൾ പണ്ട് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പോകും. പക്ഷെ അപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇത് ഇനിയിപ്പോൾ പരീക്ഷ പ്രശ്നമാവോ, എല്ലാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുമല്ലോ ചെറിയ കുട്ടികളാകുമ്പോൾ. അപ്പോൾ ഉമ്മ പറയുന്നൊരു സംസ്കൃത ശ്ലോകം, ജിഹാദിയായ എൻ്റെ ഉമ്മ പൊട്ടൻഷ്യൽ ജിഹാദിയായിട്ട് നടന്നിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് സംസ്കൃത ശ്ലോകം. അത് ആര് പറഞ്ഞാണ്? അത് ശ്രീകൃഷ്ണൻ പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണ്? കർമ്മണ്യവാധികാരസ്ഥെ മാ ഫലേഷു കഥാജന എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതല്ലേ? അതല്ല, അതേപോലെ മറ്റൊരു സാധനം. അതല്ലേ അല്ല, അപ്പം ഇത് എന്നോട് പറയും. അപ്പോൾ ഞാനപ്പോൾ ഉമ്മ എന്നിട്ട് പറയും, ഇതിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഉമ്മ എന്നിട്ട് അർത്ഥം പറയും, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, ബാക്കി ദൈവം നോക്കിക്കോളും എന്നാണ് പറയാം. ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്താൽ പിന്നെ ദൈവത്തിന് എന്താ പണി? എന്നാലും ഉമ്മ എന്തുകൊണ്ടായിരിക്കും ഖുറാനിലായത്ത് ഇതിന്റെ മോലുള്ള എടുക്കാഞ്ഞ്? സംസ്കൃതത്തിൽ പോയി ഉമ്മാക്ക് അതിന് ഖുറാനൊന്നും അറിയില്ലല്ലോ, അതല്ലേ അന്ന്. ഇത് മറ്റേ മഹാഭാരതം സീരിയലിൽ കേട്ടതായിരിക്കും. എവിടുന്ന മീൻസ് പണ്ടൊക്കെ ആളുകൾ അവരൊക്കെ പഠിച്ചിരുന്നത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലല്ലേ. അപ്പോൾ ഇതൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറുമാർ പറയും, ടീച്ചർമാരൊക്കെ പറയുന്ന ഒരു സാധനങ്ങളാണിത്. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ അന്ന് നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഈ സംസ്കൃത ശ്ലോകമാണ്. ഇങ്ങനെയാണ് നമുക്ക് സംസ്കൃതമാണ് ഇത് അറിയുന്നത്. പിന്നെ നമ്മളെ ആകാശവാണിയിൽ വാർത്ത അതിലുണ്ടാവുമല്ലോ, ആകാശവാണി വാർത്ത എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്താണ് ഇതി വാർത്ത സമ്പ്രതി വാർത്ത ശ്രൂയന്താം ഇതി വാർത്താഹ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്.
അപ്പോൾ ഇതുപോലെ ഒരു സാധനം, അപ്പോൾ ഒരു ആസ് എ ലാംഗ്വേജ് അത് നമ്മൾ പഠിക്കാം, അതിനൊന്നും നമുക്കൊരു വിരോധമില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണത് ഈ സാധനത്തിനൊരു ഡിവിനിറ്റി കൊണ്ടുവരികയാണ്. ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ ഈ ലാംഗ്വേജിന്, അതിനൊരു അങ്ങനെ ഒരു ഹൈ ഗ്രൗണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സംഭവത്തിന്. പക്ഷേ നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ സയൻസ് ഫീൽഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ലാംഗ്വേജാണ്, അതിൽ നമുക്ക് തർക്കമില്ല. ഓക്കെ, ഇനി ഇതിനെ എതിർക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയാനും അതല്ലെങ്കിൽ അറബിക് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സംസ്കൃത് എംപവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോളജ്, ഒരു സിസ്റ്റം ഇവിടെ നിലനിന്നു എന്നത് സമ്മതിക്കാൻ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യം എന്നുള്ളതെന്നാണ് ഞാൻ ചോദിക്കുക. ഇതിനെ അടിമുടി എതിർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെ എതിർക്കണം. ഇതത് കാണുന്നില്ല. ഇത് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അത് ഉണ്ടായിരുന്നു, അത് വലിയ സംഭവമാണ്. അറബിക്ക് കുറേ ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തിയിട്ടൊക്കെ ശരിയാണ്. ഈ ട്രാൻസ്ലേഷൻ നടത്തിയ സാധനം കൊണ്ട് ഈ സംസ്കൃതത്തിൽ നിന്ന് കൊണ്ടുപോയ സാധനമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. അത് സമ്മതിക്കുകയില്ല. ഇതാണ് ഇതിലെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു സെക്യുലർ ആണെന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന സംഗതിയെ ഇത് സെക്യുലറൈസേഷനുള്ള ഒരു തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണെന്ന് പറയുകയും എന്നിട്ട് മറുവശത്ത് പോയി എന്നിട്ട് ഈ സാധനം പറയുകയും ചെയ്യുമ്പോഴാണ് ഇതിലെ വൈരുദ്ധ്യം കടന്നു വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ഒരു ടേക്ക് അതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ പറയാം, ഇത് ഫിയർ മോങ്കർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എന്താ പറയാ, ഇറ്റ്സ് എൻ എൻറിച്ചിങ് ഓപ്ഷൻ. അല്ലാതെ ഇതൊരു ഇമ്പോസിഷൻ. എല്ലാവരും സംസ്കൃതം പഠിച്ചേ ഉള്ളൂ ഇതിൽ അല്ലെങ്കിൽ പാസ്സാവില്ല, അങ്ങനല്ല. ഇത് ഓഫർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നല്ലോ. താല്പര്യമുള്ളവർക്ക് എടുക്കാം, എടുക്കണ്ട. അപ്പൊ ഇതൊരു ശരിക്കും ഇമ്പോസിഷൻ അല്ലാന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാവുക. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഈ ഹിന്ദിയിലേക്ക് പോകുന്നു, ഇംഗ്ലീഷിലേക്ക് പോകുന്നു എന്ന് പറയാം. അപ്പോൾ ഹിന്ദി മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മാത്രമേ പറയണോ എന്ന് വിചാരിക്കുക. ചില ഫാമിലീസിൽ സംഭവിക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയാം. അവിടെ മലയാളം അറിയുന്ന ആരുമില്ല, എഴുതാൻ അറിയില്ല. നമ്മളുടെ ചില സുഹൃത്തുക്കളുടെയൊക്കെ ഫാമിലിയിൽ മലയാളം അറിയില്ല. അവർക്ക് പറയുമ്പോൾ അവർ മലയാളികളാണ്, അവർ പറയുന്നതും എഴുതുന്നതും എല്ലാം ഇംഗ്ലീഷിൽ. ഇപ്പം ചില കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തൊക്കെ ജനിച്ച് വളർന്ന കുട്ടികൾ, അവർക്ക് മലയാളത്തിൻ്റെ ഒരു അക്ഷരം പോലും അറിയില്ലാണ്ടാവില്ല ചില സമയത്ത്. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക? ഈ ലാംഗ്വേജ് അപ്രത്യക്ഷമാവും. അങ്ങനൊരു വലിയ ഡേഞ്ചർ ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് അപ്രത്യക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തിനാണ് അത് പ്രിസർവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കാം വേണമെങ്കിൽ. നമ്മളെന്തിനാണ് മ്യൂസിയം പണിയുന്നത്, നമ്മളെന്തിനാണ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ പണിയുന്നത്? ഇതൊക്കെ ഒരു നമ്മളുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന സാധനങ്ങൾ കൂടിയാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ എക്സിസ്റ്റൻസ് ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ ഭാവിയിലേക്ക് വരുന്ന ആളുകൾക്ക് അത് ഒരു മെമ്മോറായിട്ട് അവിടെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഇമ്പോസ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറലി ഇത് കെട്ടുപോകും. എത്രയോ ലാംഗ്വേജസ് കെട്ടുപോയിട്ടുണ്ട് ലോകത്ത്. അപ്പോൾ അതേപോലെ ഏത് ലാംഗ്വേജിനും അത് സംഭവിക്കാം. അതുപോലുള്ള വേറൊരു പാരഗ്രാഫാണ് ഇതിലുണ്ടായിരുന്നത്. അതായത് ഈ ഫൗണ്ടേഷണൽ സ്റ്റേജ് മുതൽ തന്നെ ഈ കരിക്കുലർ റീഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി റൂട്ടഡ് ഇൻ ദ ഇന്ത്യൻ ലോക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഈത്തോസ് ഇൻ ടേംസ് ഓഫ് കൾച്ചർ, ട്രഡീഷൻ, ഹെറിറ്റേജ്, അതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതും ഇങ്ങനെ നെഗറ്റീവ് ലെൻസിലൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രഡീഷണൽ വേസ് ഓഫ് ലേണിംഗ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റ് എപ്പോഴും നല്ലതാണ്. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഭയങ്കര വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കൊളോണിയൽ കാലത്തുള്ള ആ ഒരു ഇംഗ്ലീഷിനോടുള്ള ആ ഒരു അപ്രമാദിത്വം കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾസോ ഒക്കെ കുറവായിരുന്നു നമ്മൾ പഠിച്ചോണ്ട്, അല്ലെ? അപ്പൊ അത് ശരിക്കും അതിന്റെ ഒരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന്, എത്രത്തോളം അതിലേക്ക് ഇത് വരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ, അല്ലെങ്കിൽ നമുക്കൊരു മാത്ത് പ്രോബ്ലം തരുമ്പോൾ അതിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ ഇത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതേസമയത്ത് അടിച്ചേൽപ്പിച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൾച്ചർ അതാവുമ്പോൾ അത് കുളമാവും ചെയ്യും. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ ഉണ്ട്ര നടത്തുന്ന സ്കൂള്. അവർ ആ കുട്ടികളെ എണ്ണാൻ പഠിപ്പിക്കുന്നത് ജിഹാദികളെ നിരത്തി നിർത്തിയിട്ടാണ്. അതുപോലെ അവർ ആൽഫബറ്റ് പഠിപ്പിക്കുന്നവർ ഹ ഫോർ ജിഹാദ്, ജ ഫോർ ജഹന്നം, ഇങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഫ ഫോർ ഫിദായിൻ. പേപ്പട്ടി മതത്തിന് ഒരു കാര്യമില്ല ഇവിടെ, പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടുവരൂല്ലേ? അല്ല നമ്മുടെ ലോക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കണെന്ന് പറഞ്ഞത് ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്രയുടെ സ്കൂളിന്റെ. ഇത് അവരുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം പറഞ്ഞത്.
നമ്മൾ വെറുതെ പറഞ്ഞതല്ല, അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ല, ഇതാണ്. അവരുടെ ലോക്കൽ കോണ്ടെക്സ്റ്റ് ജിഹാദ് ആയിട്ട് അതാണ് അത് വരുമല്ലോ. ഇപ്പോൾ ഫോർ സ്വാഭാവികം. എക്സാമ്പിൾ അവരുടെ മദ്രസയിൽ ഈ എന്താണ് ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കും കുട്ടികളെ. അപ്പോൾ ആ ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ ലോക്കൽ കോണ്ടെക്സ്റ്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതായത് ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്റ്റൈൻ ഈസ് ഓൾസോ എ ജിഹാദ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് അറബിയിൽ എഴുതി വെച്ചിട്ട്. അപ്പോൾ അവരവരുടെ നാഷണൽ കോസിന് വേണ്ടി നിൽക്കുന്നത് പോലും ജിഹാദാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ആ പറഞ്ഞ ലോക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ വശത്തിലുള്ള കൺസേൺസ് പരിശോധിച്ചു. ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതിന്റെ ഒരു ഗവേണൻസ് അതിലേക്ക് നമുക്ക് വരാം അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ വരുമ്പം ആദ്യമായിട്ടുള്ളത് ഒരു മെയിൻ ആയിട്ട് റേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, കാവ്യവൽക്കരണത്തിനെ പോലെ തന്നെ അതിൽ ഫിയർ മോങ്കറിങ്ങിന്റെ വേറൊരു പോയിന്റ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ സെന്ററിന് ഭയങ്കരമായിട്ടുള്ളൊരു പവർ കൊടുക്കുന്നു, സ്റ്റേറ്റിന്റെ ഓട്ടോണമി നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് അല്ലെ ആരിഫ്? പക്ഷെ എനിക്ക് അതിൽ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാനുണ്ട്. അത് ശരിക്കും അത് അത്ര ശരിയല്ല. കാരണം ഇതില് ഈ പോളിസി ഡോക്യുമെന്റിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ്സ് വിൽ പ്രിപ്പയർ ദെയർ ഓൺ കരിക്കുലം വിച്ച് മേ ബി ബേസ്ഡ് ഓൺ NCFSE prepared by NCERT to the extent possible and prepared textbook. ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ incorporating the state flavor and material as needed. പക്ഷെ അതിന്റെ കൂടെ പറയുന്നുണ്ട് while doing so it must be borne in mind that NCERT curriculum would be taken as the nationally accepted criterion. അപ്പം NCERT അവിടെ തന്നെ ഉണ്ട്, അതേസമയം സ്റ്റേറ്റിന് അതിന്റെ ഒരു ഫ്ലേവർ, അവരുടെ ഒരു വെർഷൻ ഓഫ് ദാറ്റ് അവർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കരിക്കുലത്തിൽ. അപ്പം അത് അങ്ങനെ ഈ NEP നമുക്ക് അങ്ങനെ ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റിന്റെ എല്ലാ ഇതും പോയി ഇനി എല്ലാ സെന്ററിൽ നിന്ന് അങ്ങോട്ട് വന്ന് കാവ്യാക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈവൺ ഇൻ ദിസ് ഡോക്യുമെന്റ് ഇറ്റ് ഡസന്റ് സേ സോ എല്ലാവരും. യെസ്, അതൊരു കാര്യം. രണ്ടാമത്തേത് ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാലിറ്റി ചെക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അവരുടെ മുൻ കാലങ്ങളിൽ അവരെടുത്തിട്ടുള്ള പല തീരുമാനങ്ങളിലും അവരുടെ നിലപാടുകളിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത കാര്യം വ്യക്തമാണ്. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിലെല്ലാം ഇവരിങ്ങനെ യഥാർത്ഥത്തിൽ അതെന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല, എന്നിട്ട് അതിനെ ഫിയർ മോങ്കർ ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇതിലിപ്പോൾ ഇവർ ഒപ്പുവെക്കുകയും ഇത് ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിലെ സത്യം പറയേണ്ടി വന്നത്. ഇതേപോലുള്ള സത്യങ്ങൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറയാം. അപ്പോൾ ഇത് നാട്ടുകാർ മനസ്സിലാക്കുക, ഇത് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും. ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഇതിൻ്റെ പേരിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നേരത്തെ CPI നേരത്തെ പൗരത്വ ഭേദഗതിയുടെ വിഷയം വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പറ്റിച്ചു. വഖഫിൻ്റെ വിഷയം വന്നപ്പോൾ അതിലെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പറ്റിച്ചു. പിന്നെ യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ അതിലും ഒരുമിച്ച് നിന്നിട്ട് പറ്റിക്കുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഇവർക്ക് ഇതിലെ വസ്തുത പറയേണ്ടി വന്നു. പറഞ്ഞപ്പോൾ എന്തായി? കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ സംഖ്യകളായി മാറി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാത്തിലും ബാധകമാണെന്നാണ് ഞാൻ പറയാം. അങ്ങനെ ഒരു റിയാലിറ്റി ചെക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓരോ ജനങ്ങളിലെ ഓരോ ആളുകൾക്കും ഇത് സ്വയം തിരിച്ചറിയാനുള്ളൊരു വഴിയാണ്. എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു ന്യൂവാൻസ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്താണ് സത്യത്തിൽ അതിനകത്തുള്ളത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ആരും അത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളത് അന്വേഷിക്കാനും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ പറയുന്നത് വിശ്വസിച്ച് ജയ് വിളിക്കാൻ നടക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളതിൽ നിൽക്കുന്നില്ല, കാരണം നമ്മളത് അന്വേഷിക്കുന്നു. അത് എല്ലാ വിഷയത്തിലും. ഇപ്പോൾ പിങ്ക് ഇവിടെ അവതരിപ്പിച്ചുള്ള ഓരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കുക. ഈ നമ്മളുടെ IPC റിപ്പോർട്ട്, ആംനസ്റ്റി റിപ്പോർട്ട്, ഇതിലെല്ലാം നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെ പറ്റിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഗവേണൻസ് ആസ്പെക്റ്റില് ഇത് നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. കാരണം PM ശ്രീ ഒരു സബ്സെറ്റ് ഓഫ് സ്കൂൾസ് മാത്രമേ മോഡൽ സ്കൂൾസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും ഈ 14,000 സ്കൂളിൽ മൊത്തം ഉടച്ചു വാർക്കുന്നു, ബാക്കിയുള്ള സ്കൂളുകളൊക്കെ പഴയ പോലെ തന്നെ. അപ്പൊ അതൊക്കെ നിഗ്ലക്റ്റ് ആയി ഈ സ്കൂളുകൾ മാത്രം വേറൊരു തരത്തിലാവും, അങ്ങനെ നമുക്ക് തോന്നും അല്ലെ. എന്നിട്ട് ഈ ഒരു ഐലൻഡ്സ് ഓഫ് എക്സലൻസ് ആക്ച്വലി അതിൽ കുറച്ചൊരു പ്രാക്ടിക്കൽ വശങ്ങളും ഉണ്ട്. അപ്പം ചിലര് 5+3+4+4 പോകുന്നു, ചിലർ 10+2 പോകുന്നു. അത് ശരിക്കും ക്ലിയർ അല്ല അവരെങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി മെർജ് ആക്കാന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് അവരൊരു പൈലറ്റ് ആയിട്ട് എടുത്തതാണ്. എല്ലാത്തിലും ഒരേ സമയം എത്ര സ്കൂളുണ്ട്, 95 സംതിങ് ഓർമ്മയില്ല, അത്രയും സ്കൂൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് കുറച്ച് സ്കൂളിൽ എടുക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഒരു കാറ്റലിറ്റിക് എഫക്റ്റും ഇതിൽ വരും. ഇപ്പൊ നമ്മള് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ നടക്കാവ് സ്കൂളൊക്കെ പണ്ട് ആരിഫിനറിയില്ല, നടക്കാവ്
അതിപ്പോ വളരെ മികച്ച സ്കൂളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്കൂളിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ അതിന്റെ ചുറ്റുള്ള സ്കൂളുകൾക്കും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഈവൺ ഇഫ് ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ PM ശ്രീ, അത് അവരുടെ അടുത്ത് തന്നെ അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാവുമ്പം അതിൽ നിന്ന് അവർക്ക് ഒരു പ്രചോദനം ഉൾക്കൊള്ളാലോ. അപ്പൊ Yeah, അങ്ങനെയുള്ള ഒരു എഫക്ട്സും ഉണ്ടാവാം, റൈറ്റ്? സോ yeah. അതില് വലിയൊരു കാര്യമില്ല. പക്ഷെ ക്യൂരിയസ് ടു നോ ഹൗ വിൽ ദേ ഇന്റഗ്രേറ്റ് ഇതിലുള്ള ഇതിലുള്ള സ്റ്റുഡൻസ് വേറെ സ്ട്രക്ചറിലാണ് പോകുന്നത്, മറ്റൊരു സ്റ്റിൽ 10+2. അപ്പൊ നമുക്ക് നോക്കണം അതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. മേ ബി ഇതിനവരൊരു എല്ലാതും അല്ല, ഇതിനവരൊരു പീരീഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ സംഗതി. അപ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് സ്കൂൾസിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഇനീഷ്യൽ പീരീഡിൽ ഇനീഷ്യൽ സെറ്റ് ഓഫ് സ്കൂൾസ്, അത് കഴിയുമ്പോൾ അത് കഴിയും. പിന്നെ അവർ അതിനെ മാനേജ് ചെയ്യൽ സ്റ്റേറ്റിൻ്റെ ബാധ്യതയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മൂലധനം സപ്ലൈ ചെയ്യുന്ന പോലെയാണ് ഈ സാധനത്തിനുള്ള അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് സ്കൂൾസിലേക്ക് അങ്ങനെ അത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇത് ഒറ്റയടിക്ക് എല്ലാ സ്കൂളിലേക്കും എന്നുള്ളതിനേക്കാൾ അവർ ഘട്ടം ഘട്ടമായിട്ട് അത് ചെയ്യാന്നുള്ളതാണ് ഇതിൽ നടക്കാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതല്ലേ വയബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള 2 സിസ്റ്റം ഉണ്ട്, CBSE സ്റ്റേറ്റും. CBSE 5+3+ അതേപോലെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റേറ്റിൽ നിന്ന് CBSEയിലേക്കും CBSE സ്റ്റേറ്റിലേക്കും ഒക്കെ കുട്ടികൾ ഈസിലി ട്രാൻസിഷൻ ചെയ്തിരുന്നു കുറച്ച് പേരെ. അപ്പം അത് നമുക്ക് നോക്കി കാണാം. പിന്നെ ഇത് ആരിഫ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ഈ പാരലൽ സ്ട്രക്ചേഴ്സ്. ഓൾറെഡി നമ്മൾ ഒരു ഫിസിക്സ് പഠിക്കുന്നു, ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, അത് മോഡേൺ ഡിസിപ്ലിൻസിലൂടെ പഠിക്കുന്നു, അതിന്റെ കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണോ ഈ റിസോഴ്സസ് ഒക്കെ? അതൊരു വാലിഡ് കൺസേൺ തന്നെയാണ്. അതൊരു ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽ ആണ് ശരിക്കും. അതിന്റെ ഒരു ഹെറിറ്റേജ് പഠിപ്പിച്ചിട്ട് മോഡേൺ മെത്തഡോളജീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ദാറ്റ്സ് നോട്ട് എ പാരലൽ സ്ട്രക്ചർ. പക്ഷെ 2 ഫിസിക്സ് അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അത് മൊത്തം പ്രശ്നമാവും, അല്ലെ? അതുണ്ടല്ലോ, ഓൾറെഡി ആയുഷിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2 മെഡിസിൻ ഉണ്ട് ഇവിടെ ബേസിക്കലി. അതൊരു വേസ്റ്റേജ് ആണ്, ആളുകളുടെ ജീവിതം കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു, ആളുകൾ കൊല്ലുകയും കൂടി ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ പഠിപ്പിക്കാൻ പിന്നെ സൂഡോ സയൻസ് ഓൺ സ്റ്റെറോയിഡ്സ് എല്ലാ സ്ഥലത്തും എല്ലാം സൂഡോകൾ കറങ്ങി നടക്കും. അതിൽ ഒരു സെന്റൻസ് അല്ലേ, ദിസ് മേ ബി അക്കംപനൈഡ് ബൈ യൂസിങ് ഹൈ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് ഡെവലപ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൺജങ്ഷൻ വിത്ത് SCRTs. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. SCRT ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. രണ്ടുപേരും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇപ്പൊ നടക്കുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ട് ഫിയർ മോങ്ങർ ചെയ്യാൻ പറ്റുക? അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ ആരിഫ് എനിക്ക് ഈ അടുത്ത് മാഹിയിലുള്ള ഒരു സ്കൂളിന്റെ വീഡിയോ അയച്ചു തന്നിരുന്നു, അല്ലേ? അതിലുള്ള അദ്ദേഹം പറയുന്നുണ്ട് അവര് കരിക്കുലം ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല, അത് സ്റ്റിൽ സ്റ്റേറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് അല്ല, മാഹി യൂണിയൻ ടെറിട്ടറി അല്ലേ, അപ്പൊ മാഹി തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പം റിയൽ ഫാക്ട്സ് നോക്കാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. യൂണിയൻ ടെറിട്ടറി ആയിട്ട് പോലും നടത്തിയിട്ടില്ല, അതല്ലേ ഇന്ന് മനസ്സിലാക്കണ്ടേ. കരിക്കുലം ചേഞ്ച് ചെയ്തിരുന്നോ PM ശ്രീന്റെ ഭാഗമായപ്പോ നേരിട്ട് റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചപ്പോ ഇല്ല, കരിക്കുലത്തിലൊന്നും ചേഞ്ച് വന്നില്ല എന്ന് അദ്ദേഹം പറയണ്ടേ. പിന്നെ മൂന്നാമത്തെ ഒരു ചാലഞ്ച്, ഇത് നമ്മൾ അഗൈൻ കുറച്ച് പറഞ്ഞു, ലിംഗ്വിസ്റ്റിക്. അതായത് ഇത് മൾട്ടി ലിംഗ്വൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സും അപ്പം എല്ലാ സബ്ജക്റ്റും മാത്രമല്ല, ഇത് മിഡിൽ സ്കൂൾ വരെ wherever possible the medium of instruction until at least grade 5, but preferably till grade 8 and beyond will be in the home language, mother tongue, local language and regional language. അത് കഴിഞ്ഞിട്ട് 5th സ്റ്റാൻഡേർഡിന് ശേഷം ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇത് നമുക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഇത് കുറച്ച് പ്രശ്നമാണല്ലോ എന്ന് തന്നെ തോന്നും. പക്ഷെ ഇവർ പറയുന്നത് ഇതിന് റിസർച്ച് ഉണ്ട്. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കാനുള്ള ആ ഒരു ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റിന്റെ തെളിവുകളുണ്ട്. ബൈലിംഗ്വൽ സിസ്റ്റം പല കൺട്രീസിലും അഡോപ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല രാജ്യങ്ങളിലും എന്നതിന്റെയൊക്കെ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത് ആരും. പക്ഷെ ഇത് ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കുറയും എന്നുള്ള ഒരു കൺസേൺ ആണ് എനിക്കുള്ളത്. യെസ്, അത് തന്നെയാണ് ഞാൻ പറയും. ഇപ്പം ബൈലിംഗ്വൽ ഓക്കെ ആണെന്ന് പറയും, എന്നിട്ട് അതിനകത്ത് ഇംഗ്ലീഷ് മാറ്റി നിർത്തുകയും ചെയ്യണം. എന്തിനാ? ബൈലിംഗ്വൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഇംഗ്ലീഷ് ആക്കിയാൽ പോരെ. എന്നിട്ട് മറ്റൊരു ലാംഗ്വേജ്, അതല്ലേ കുറച്ചുകൂടി ഗ്ലോബലി നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്.
അത് നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലേ നിങ്ങൾ ഏറ്റവും പ്രൊഫിഷ്യൻ്റ് ആകേണ്ട ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലോക്കൽ ലാംഗ്വേജ് ഒരു ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴാണ് പ്രൊഫിഷ്യൻ്റ് ആവുന്നത്, അത് യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടെങ്കിലും നമ്മളത് കൂടുതൽ പഠിക്കുന്നത് എപ്പോഴാണ്? സത്യത്തിൽ ഇംഗ്ലീഷ് പീരീഡിലല്ലല്ലോ. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, കെമിസ്ട്രി പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അങ്ങനെ എല്ലാ സബ്ജക്ട്സും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ വരികയാണ്, പുതിയ പുതിയ വാക്കുകൾ വരികയാണ്, അതിനകത്ത് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുപോലെ മലയാളം നമ്മൾ അവിടെ വായിക്കുന്നു, പക്ഷേ മലയാളം നമുക്ക് എന്തോരം ഉപയോഗിക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു, സിനിമ കാണുന്നു, നമ്മൾ പത്രം വായിക്കുന്നു, എവിടെ പോയാലും നമുക്ക് മലയാളം ഉപയോഗിക്കാം. ഇനി ഹിന്ദി ആകുമ്പോൾ എന്താ പ്രശ്നം? ഹിന്ദി ആക്കൂടി ഹിന്ദി സിനിമ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തായി? ഹിന്ദി നമ്മൾ വീക്കായി. എന്നിട്ട് ആ മുറി ഹിന്ദി വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗികൾ അട്രാക്ട് ചെയ്തതെന്ന് ആലോചിക്കണം. അപ്പോഴാണ് നമ്മളുടെ മിടുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയ മോഡൽ ഒരു ഹിന്ദിയൊന്നും നമുക്കില്ല. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പലപ്പോഴും പല ഈ നാഷണൽ ലെവലിലുള്ള പല കാര്യങ്ങളിലും നമുക്ക് എൻട്രി കിട്ടാത്തതിൻ്റെ ഒരു കാരണം നമ്മളെ ലാംഗ്വേജാണ്, ഹിന്ദി ഇല്ലാത്തതാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അവർക്ക് നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് അവർ കേൾക്കാൻ പാകത്തിന് പറയാൻ കഴിയില്ലല്ലോ. ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു ഈ അടുത്ത്. ഇൻട്രോ ഞാൻ ഹിന്ദിയിൽ ഒപ്പിക്കാൻ വേണ്ടി നോക്കി, പകുതിയായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവസാനം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു. കാരണം നമുക്കത് വരില്ല. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് മുറിയും സാധനവും ജിഹ ഓക്കെ ഇതൊക്കെ നമുക്ക് പറയാം, തോടാ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഫ്ലുവൻ്റായിട്ട് അതിൽ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. അവിടെ ഒരു വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ബൈലിംഗ്വൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ലാംഗ്വേജസിനെ സെലക്ട് ചെയ്യുന്നിടത്തുള്ള ഒരു പ്രോബ്ലമാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. അവിടെ ഇംഗ്ലീഷിനെ നമ്മൾ മാറ്റി നിർത്തുകയും ലോക്കൽ ലാംഗ്വേജ്, ഹോം ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നതിന് കൂടുതൽ ഇതേപോലെയുള്ള സാധനം കൊടുക്കുകയും ചെയ്യുന്നത് അത് അൺവാണ്ടഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ ലാംഗ്വേജ് അല്ലാതെ തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ലാംഗ്വേജിനാണ് അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കേണ്ടത്. അതിന് വേണ്ട ഏറ്റവും മിനിമം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്സ് ആ ലാംഗ്വേജിലുള്ളത് ഉപയോഗിക്കുക എന്നുള്ളത്. അതാണ് ഇംഗ്ലീഷിനും ഹിന്ദിക്കൊക്കെ ഏറ്റവും എളുപ്പം സാധിക്കുക. അതാണ്. അപ്പോൾ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തോട്ടെ. ഇപ്പോൾ എന്താ പറയുക, ചില ടെക്സ്റ്റ് ബുക്സ് ഇപ്പോൾ സയൻസ് പ്രധാനമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിൽ പഠിക്കും, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കും. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഹിസ്റ്ററി നിങ്ങൾ ഹിന്ദിയിൽ പഠിച്ചോ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ ഹിന്ദിയിൽ പഠിക്കുക, എങ്ങനെ ഉണ്ടാവും? നല്ലതല്ലേ? പക്ഷേ സയൻസ് നിങ്ങൾ ഒരിക്കലും ഹിന്ദിയിൽ പഠിക്കരുതെന്നാണ് ഞാൻ പറയുക. കാരണം അതിൻ്റെ ഒരു ടെർമിനോളജി പോലും ഒരു ഗ്ലോബൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. ആ ലോക്കൽ ലാംഗ്വേജിലുള്ളത് കിട്ടില്ല. അവിടെ എല്ലാം നിങ്ങൾ സംസാരിക്കുക ഇംഗ്ലീഷിൽ തന്നെയാണ് അത് വരിക. അവിടെയാണ് ഈ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇംഗ്ലീഷ് ഗോൾഡൻ ഏജിലാണ്. അപ്പോൾ ആ ലാംഗ്വേജിനൊപ്പം നമ്മൾ കൂടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാക്ക്വേർഡ് ആവുക ചെയ്യുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് ഒരുപാട് റിസർച്ച് ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ അത് പബ്ലിഷ് ചെയ്ത് അതൊരു ഗ്ലോബൽ ലെവലിലേക്ക് വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ ലാംഗ്വേജ് ബാരിയറാണ്. കാരണം അവർക്ക് ചൈനീസിലല്ലാതെ സാധനം എഴുതാൻ അറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പോൾ അതൊരു വലിയ ബാരിയറാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മളവിടെ ബിസിനസ് ഇതിന് വേണ്ടി പോകുമ്പോൾ പോലും അവർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി, ഡിവൈസസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ പണി ഒപ്പിക്കുന്നത്. സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പണി എളുപ്പമല്ലേ ആ ബാരിയർ ഓവർകം ചെയ്യാൻ? അത് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ. സോ ഇത് മിക്സ് ചെയ്താൽ കുറേയും കൂടി നല്ലതാണെന്നാണ് പറയുക. അല്ലാതെ എല്ലാ സബ്ജക്റ്റും എല്ലാം ഈ പറയുന്ന ഹോം ലാംഗ്വേജിൽ വേണമെന്നൊക്കെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തോട് എനിക്ക് യോജിക്കില്ല. പ്രത്യേകിച്ച് സയൻസ് ഒന്നും ഒരിക്കലും ഹോം ലാംഗ്വേജിൽ പഠിക്കരുത്, അത് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പറയാം. പിന്നെ ഇതിൽ വേറൊരു ഇംപ്ലിമെന്റേഷൻ ചാലഞ്ച് കൂടി ഉണ്ട്. ഇന്ത്യയിൽ എന്തോരം ലാംഗ്വേജസ് ഉണ്ട്, അപ്പൊ അതിന് മാത്രം ടീച്ചേഴ്സ് ഉണ്ടോ? ഇതിലൊക്കെ സയൻസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിക്കാനുള്ള കഴിവുള്ള ടീച്ചേഴ്സ് ഉണ്ടോ? അപ്പൊ അത് വെൽ തോട്ട് ത്രൂ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മള് നാലാമത്തെ ആൻഡ് ഫൈനൽ ഏരിയയിലേക്ക് വരികയാണ്. അതാണ് അതിന്റെ ഒരു സിസ്റ്റമിക് ആൻഡ് പ്രാക്ടിക്കൽ ഇഷ്യൂസ്. നേരത്തെ കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസ് വന്നിരുന്നു. ഇത് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. ഇത് ഈ മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, ക്രെഡിറ്റ് ബാങ്ക് സിസ്റ്റം. പക്ഷെ അത് വെസ്റ്റേൺ കൺട്രീസിനെ അതുപോലെ ഒരു ഈച്ചക്കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മെയിൻ പ്രോബ്ലം ഉള്ളത് ലിമിറ്റഡ് സീറ്റ്സും അതിന്റെ ആളുകൾ വളരെ അധികം. അപ്പൊ നമ്മളൊരു 9th സ്റ്റാൻഡേർഡിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് കുട്ടി വിട്ടുപോകുന്നു വിചാരിക്കാം.
വാട്ട് ഗ്യാരണ്ടി ദർ ഇസ് ആ കുട്ടിക്ക് തിരിച്ച് അവിടെ ഒരു സീറ്റ് കിട്ടും എന്നുള്ളത്? അതിന്റെ ഒരു പ്രശ്നം വരില്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നു. അതിൽ ഇവർ ഇൻടേക്ക് എത്ര എണ്ണ പറയുന്നത്? ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇൻടേക്ക് എന്ന് പറയുന്ന ഒരു ഇൻടേക്ക് അല്ലേ സാധാരണ പറയാറ്, ഒരു അഡ്മിഷൻ പോലെ പറയുന്നത്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഇൻടേക്സ് മൾട്ടിപ്പിൾ അല്ലേ, 2 3 ഒക്കെ വെക്കാറില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി അഡ്മിഷനുള്ള സാധ്യത കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് കൂടുതൽ ഈ പറയുന്ന സാധനത്തെ ഓവർകം ചെയ്യാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ മെഡിസിന് സീറ്റ് നോക്കുന്ന ഒരു കുട്ടി ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണ്? ഇപ്പോൾ ഈ വർഷം നമ്മൾ അഡ്മിഷന് വേണ്ടി നോക്കി, നമുക്ക് കിട്ടിയില്ല. പിന്നെ ആ കുട്ടി 1 വർഷം വെയിറ്റ് ചെയ്യണം അടുത്തത് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇയറിലേ നമുക്ക് കയറാം, അടുത്ത നീറ്റ് കഴിഞ്ഞ് അടുത്ത ഇതിലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതേസമയം ആ നീറ്റിന് ഒരു വാലിഡിറ്റി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 years വാലിഡിറ്റി നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 3 year പീരീഡിന് ഇടയിൽ ഇതേപോലെ ഡ്രോപ്പ് ആവുന്ന ഏത് സമയത്തും ഇതേപോലെ മിഡ് ടേം അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക അഡീഷണൽ ഇൻടേക്സ് വരുന്ന സമയത്ത് അവിടെ അതിനകത്ത് കയറാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ബാച്ചസ് ഉണ്ടാക്കുക. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി കുറേ ബാച്ചസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. മേ ബി അതിനകത്ത് മിസ്റ്റേക്സ് കാണാം, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണത്, ഇൻടേക്സ് കൂട്ടണം എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു? ഒന്നും പറഞ്ഞില്ല. ഇല്ല, ആക്ച്വലി അതിന് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സീറ്റ്സും വർദ്ധിപ്പിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. വേണ്ടി വരും, അതെ. അല്ലെ, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു കുറച്ച് കെയോട്ടിക് ആവും. അതെ, അഡ്മിനിസ്ട്രേറ്റീവ് ഹേർഡിൽസ് ഒരുപാടുണ്ട് അതിനകത്ത്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കുട്ടികൾക്ക് കുറേ കൂടി ഓപ്ഷൻസ് ഉണ്ടാവും, ഈ വെയിറ്റിംഗ് പീരീഡ് കുറേ കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതില് നമുക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ പരിശോധിക്കാനുള്ളത്, നമുക്ക് ശരിക്കും ഇന്ത്യയിൽ എങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് വേണ്ടത്? ദ വൺ ദാറ്റ് സെലിബ്രേറ്റ്സ് ഹെറിറ്റേജ്, അതായത് ഇന്ത്യന്റെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും അതിന്റെ ഒരു ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റംസും അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ വേണ്ടത്? അല്ലെങ്കിൽ വൺ ദാറ്റ് പ്രയോറിറ്റൈസസ് സയന്റിഫിക് ടെമ്പർ ആൻഡ് എൻക്വയറി, ആ ഒരു മെത്തഡോളജീസ് ഒക്കെ ഫോർ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ വേണ്ടത്? പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിലുടനീളം നമ്മൾ പറഞ്ഞത് ദേ ഡോണ്ട് ഹാവ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെ? അപ്പം അത് രണ്ടും വേണമെങ്കിൽ നമുക്ക് കോ എക്സിസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് സ്മാർട്ട്ലി ഇംപ്ലിമെന്റ് ചെയ്താൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ പറയാ, ഇതൊരു ടഗ് ഓഫ് വാർ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ ഈ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വേഴ്സസ് സയന്റിഫിക് മോഡേൺ എഡ്യൂക്കേഷണൽ വാല്യൂസ് അങ്ങനെ ചെയ്യുന്നതിന് പകരം അതൊരു ഡയലോഗ് പോലെ രണ്ടും പഠിപ്പിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്ത് മറ്റു പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇത് അല്ലെ. ഇന്ത്യ ആദ്യത്തെ രാജ്യമൊന്നല്ല അല്ലെ. ഇപ്പം ആരിഫ് തന്നെ നേരത്തെ ചൈനന്റെ എക്സാമ്പിൾ പറഞ്ഞു, പേർഷ്യന്റെ എക്സാമ്പിൾ, പേർഷ്യയിലുള്ള ഇസ്രായേലും ഇതുപോലെ തന്നെ അവര് തൽമൂദൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ, അതിന്റെ ഒരു ട്രഡീഷൻ അതൊക്കെ. അപ്പം നമുക്ക് രണ്ടും വേണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. പക്ഷെ ഇതില് എനിക്ക് പറയാനുള്ളത് ദ ഡെവിൽ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ്. ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിലാണ് കാര്യം. പോളിസി ഡോക്യുമെന്റ് ഈസ് ഓക്കെ, ചില റെഡ് ഫ്ലാഗ്സ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു, പക്ഷെ അത് എത്ര നീറ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അത് സ്റ്റേറ്റിന്റെ കയ്യിലാണ് കുറെയൊക്കെ അതിലുള്ളത് അല്ലെ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതിന്റെ ഒരു മെയിൻ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി അങ്ങനെ ആയത് എന്നുള്ളത് വരിക. നമ്മൾ ഈ കൊളോണിയൽ കാലത്തുള്ള ആ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റാതെയും നമ്മുടെ രാജ്യം എങ്ങനെ ഇങ്ങനെയായി, ഇത് ഇനി എങ്ങനെ നന്നാക്കാം എന്നുള്ളതൊക്കെ അറിയാനും ചിന്തിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആ ലോക്കൽ കോണ്ടെക്സ്റ്റ് മിസ്സാവുമ്പോൾ. അപ്പം ആ ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റ് നേരത്തെ നമ്മൾ ചില പാരഗ്രാഫിൽ കണ്ടു അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതൊക്കെ നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടത്താവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം നമ്മൾ തുടക്കത്തിലെ ഒരു സ്ലൈഡിൽ കാണിച്ചിരുന്നു, ഇതിന്റെ പ്രോസ് ഔട്ട്വേ ദ കോൺസ് അല്ലെ. ഇതിന്റെ നല്ല വശങ്ങൾ വളരെ അധികം ഉണ്ട്, ഇതിന്റെ മോശം വശങ്ങൾ കുറച്ച്. അപ്പൊ നമ്മള് ഇതൊരു 1-2 പ്രശ്നം കണ്ടു അത് മൊത്തം കൊണ്ട് തള്ളി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടേക്കാം എന്ന് പറയുന്നതിന് പകരം കുറച്ച് നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തൂടെ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ആരിഫിന് എന്താ അവസാനമായിട്ട് പറയാനുള്ളത്?
യെസ്, ഇപ്പം നമ്മൾ ഈ നടത്തുന്ന ചർച്ച, ഇതുപോലെയുള്ള കൺസേൺസ് റേസ് ചെയ്യാനുള്ള അവസരം ഇതിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മളിത് എന്താ ചെയ്യേണ്ടത്? ഇത് ഡിസ്കഷൻ നടക്കേണ്ടത് എവിടെയാണ്? പാർലമെൻറ്റിലും അത്തരം വേദികളിലുമാണ്. അവിടെ ഇവിടുത്തെ ഓപ്പോസിഷൻ അത് ചെയ്യാതെ ഇത് അവർ ചെയ്യേണ്ട കാര്യമാണ് സത്യത്തിൽ. അപ്പോൾ അവർ ഈ സാധനത്തെ ചെയ്യാതെ ഇവർ BJP കൊണ്ടുവരുന്നത് അതുകൊണ്ട് എതിർക്കാം എന്ന ഒരു ലൈനിൽ ബ്ലൈൻഡായിട്ട് ഇതിനെ എതിർക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇതുപോലുള്ള സാധനങ്ങൾ എതിർക്കപ്പെടാതെ പോവുകയും അപ്പം നല്ലതും ഉണ്ടല്ലോ അതിനോടൊപ്പം ഇതും അങ്ങോട്ട് ചേർക്കാലോ എന്നുള്ള രീതിയിൽ വന്ന് ഇത് അവസാനം നമ്മളെ മൊത്തത്തിൽ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇതൊരു ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ടും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജ് ആയിട്ടും ടൈം വേസ്റ്റേജ് ആയിട്ടും പാരലൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഇതിൻ്റെ പ്രശ്നമായിട്ട് ഇതിനകത്ത് കടന്നുകൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട വേദികളിൽ ഇത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യാതെ വരുമ്പോൾ ഇതിൻ്റെ ബാധ്യത നമ്മളുടെ തലയിലേക്ക് വരികയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഞാനും പറയുക, ഇതിന് ഒരുപാട് പ്രോസ് ഉണ്ട്, എന്നാൽ ഇതിന് കോൺസും ഉണ്ട്. ആ കോൺസ് എന്ന് പറയുന്ന സാധനത്തെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ച് ചെയ്താൽ ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ കേരളം ഒരു സുവർണ അവസരമായിട്ട് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. കാരണം കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾറെഡി സുപ്പീരിയർ ആണ്. അപ്പം ഇതിന്റെ ഒരു PM ശ്രീ നല്ല രീതിയിൽ നടത്തിയിട്ട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ മറ്റ് സ്റ്റേറ്റുകൾ. ഇപ്പൊ തമിഴ്നാടും ഇതുപോലെ തന്നെ വളരെയധികം കൺസേൺ, എസ്പെഷ്യലി ഓൺ ദ ഹിന്ദി ലാംഗ്വേജ് ഇമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞ അവര് പലതും പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് എടുക്കും. അതെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇന്ത്യക്കാരുടെ എംപ്ലോയബിലിറ്റി തന്നെ വർദ്ധിക്കും. മലയാളികളുടെ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ ഈ ലാംഗ്വേജ് ബാരിയർ ഓവർകം ചെയ്യാനായാലും മറ്റു പല സംഗതികളിലും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രശ്നമാണെന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ പോരെ. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇതിനകത്ത് ചെയ്യാം. അത് ചെയ്താൽ അത് ചെയ്യാനുള്ള ഫ്രീഡം ഇതിനകത്തുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഇതിനകത്ത് വേണ്ടത്. പിന്നെ ഇതിലേറ്റവും പ്രധാനം ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ റിഫോം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ നോളജ് ഒന്നുമല്ല. അത് ഇതിൻ്റെ ആ കരിക്കുലം മാറ്റുന്ന അതിൻ്റെ അടിസ്ഥാന സ്ട്രക്ചറിൽ വരുന്ന മാറ്റം തന്നെയാണ്. അത് നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെയുള്ള സാധനങ്ങൾ അത് ഇതിൽ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളിവിടെ നോക്കേണ്ടത്. അത് ഓരോ കുട്ടിക്കും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അവർക്ക് ഉപകാരപ്പെടുന്ന സംഗതിയാണ്. നമ്മൾക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ അവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് സത്യത്തിൽ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ബാക്കി ഇന്ത്യൻ നോളജ് സിസ്റ്റം അതൊക്കെ പിന്നത്തെ കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണെന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതെന്റെ കൺക്ലൂഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ആണോ ബോസ്? എന്നിട്ട് ഞാൻ അവസാനമായിട്ട് എന്താണ് ബോസ് അവസാനമായിട്ട് എന്തേ പറയാനുള്ളതെന്ന് ചോദിച്ചില്ല. അപ്പൊ അത് കൺക്ലൂഷൻ അല്ലേ? ഓ, അങ്ങനെയാണ്. ശരി, അപ്പൊ ഇതാണ് എനിക്ക് അവസാനമായിട്ട് ശരി ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഞാൻ മാറ്റിയിട്ടോളാം, തിരിച്ചിട്ടോളാം. അപ്പോൾ വളരെ നന്ദി പിങ്ക് യൂണിക്കോൺ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് പോയിട്ടുണ്ട്. ആളുകളത് ആ രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞ മാതിരി ഇത് എളുപ്പമല്ല. ഇത് പാർലമെൻറ്റിൽ നടക്കേണ്ട ചർച്ചകളാണ്, പാർലമെൻറ്റിൽ നടത്തേണ്ട തിരുത്തൽ ശ്രമങ്ങളാണ്. അത് അവരവിടെ ചെയ്യാതെ ഇത് നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എനിവേ, ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത് വളരെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത പിങ്ക് യൂണിക്കോണിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം. അതെ, ഓക്കെ, അപ്പോൾ കാണാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.